ഫാത്തിഹ ഓതി വരികയാണെങ്കിൽ, ആ മഹാനുഭാവനെ നാം സ്നേഹിക്കുകയാണെങ്കിൽ, നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ, നാം നരകത്തിലായിരിക്കാമെന്ന് വെച്ചോ, നരകത്തിന്റെ സഫിലായിരിക്കാമെന്ന് വെക്ക്, മഹാനായ ഗൗസുൽ ആലം സ്വർഗത്തിന്റെ സഫിൽ നിൽക്കുകയല്ലേ. ആ സമയത്ത് സിറാത്തുൽ മുസ്തഖീം എന്ന പാലം, ആ പാലത്തിന്റെ അടുത്തേക്ക് ഗൗസുൽ ആലമിനെ പോലത്തെ മഹത്തുക്കളായ മഹാന്മാരായ ഔലിയാക്കന്മാർ ആലിമീങ്ങൾ അവിടെ ചെല്ലുമ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോഴേക്ക് അല്ലാഹു പറയുന്ന ഒരു വാക്കുണ്ടല്ലേ, സ്വർഗത്തിൽ കടക്കാറുള്ള സമയമായിട്ടില്ല. അല്ലാഹു പറയും അത്ര സ്വർഗത്തിൽ കടക്കാൻ സമയമായിട്ടില്ല, അവിടെ നിൽക്കുക എന്ന് പറയും. എന്നിട്ട് ആ മഹത്തുക്കളായ ഔലിയാക്കന്മാരോട് പറയുമത്ര, നിങ്ങളെ സ്നേഹിച്ച, ആദരിച്ച, ബഹുമാനിച്ച ആരെങ്കിലും നരകത്തിന്റെ സഫിലുണ്ടോ നോക്കുക, അവർക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്ക് ഞാൻ തന്നു എന്ന് അല്ലാഹു തആല മാലാക്കന്മാരുടെ നാക്കിലൂടെ പറയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ ഞങ്ങൾ ഉൾപ്പെടുത്തണം പഠിച്ചവനെ. അവിടെയാണ്. പക്ഷേ ശഫാഅത്തുൽ ഉദ്മ, ശഫാഅത്തുൽ കുബ്ര എന്ന മഹ്ശറിൽ ഒരു ശഫാഅത്തുണ്ട്. ആ ശഫാഅത്ത് ആരിക്കാ? അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമാണ്. ഒരു അംബിയാക്കൾക്കും ഇല്ലാത്ത ശഫാഅത്തിന്റെ അധികാരം അത് അല്ലാഹുവിന്റെ റസൂലിന് മാത്രമാണ്. അതെന്ത് ശഫാഅത്താ പഠിച്ചവനെ? യാ റസൂലല്ലാഹ്, നബിയെ സഹിക്കാൻ വയ്യ നബിയെ, വല്ലാത്ത കഷ്ടമാണ് നബിയെ, ചൂട് സഹിക്കാൻ വയ്യ നബിയെ. നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക്, സ്വർഗത്തിലേക്കാണെങ്കിൽ സ്വർഗത്തിൽ, ഏതായാലും വേണ്ടില്ല റസൂലേ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്താണ് അല്ലാഹു തആല ശഫാഅത്തുൽ ഉലമാ, ശഫാഅത്തുൽ കുബ്രാ എന്ന ആ ശഫാഅത്തിന്റെ വലിയ അധികാരം മുത്തുനബിക്ക് കൊടുക്കുമ്പോ, വഇന്നൽ അംബിയാ യന്തളിറൂന മുഹമ്മദാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദം നബി മുതൽ എല്ലാ അംബിയാക്കൾ, ഈസാ നബി വരെയുള്ള എല്ലാ അംബിയാക്കളും യന്തളിറൂന മുഹമ്മദാ, അവർ മുഹമ്മദ് നബിയെ മാത്രമാണ് പ്രതീക്ഷിക്കുക. അവിടെയല്ലേ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത്. അങ്ങനെ നാം ശഫാഅത്ത് നിന്ന് നമ്മൾ സ്വർഗ്ഗം നരകത്തിലേക്ക് പോകുമ്പോൾ സ്വർഗ്ഗത്തിന്റെ സഫിൽ നിൽക്കുന്ന ഔലിയാക്കന്മാർക്ക് അല്ലാഹു തആല സിറാത്തിന്റെ അടുത്ത് വെച്ചിട്ട് ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം കൊടുക്കുമ്പോൾ, എന്നെ പോലത്തവന് നരകത്തിന്റെ സഫിലാണെങ്കിൽ അവിടുന്ന് ആ മഹാന്മാരെയാണ് നാം സ്നേഹിച്ചതെങ്കിൽ ആ മഹാന്മാർ നമ്മെ കയ്യെ പിടിച്ച് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ അത് വലിയ വിഷയമാണ്. വരുന്നുകൊണ്ടല്ല, ഈ കാലഘട്ടത്തിൽ നമ്മൾ രക്ഷപ്പെടുന്ന ഒരൊറ്റ ഒരേ അമലേതാ? മുഹമ്മദുർ റസൂലുള്ളാഹ്, അവിടത്തെ സ്വലാത്താണ്. ഇപ്പോൾ നിസ്കരിച്ച ഇശാ നിസ്കാരം നമ്മളെല്ലാം നിസ്കരിച്ചില്ലേ? എല്ലാരും നിസ്കരിച്ചവരല്ലേ? എല്ലാരും നിസ്കരിച്ചവർ ആരും കൈവന്തിക്കണ്ട, മനസ്സിലായില്ലേ? എല്ലാം നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ സലാം എല്ലാം കഴിഞ്ഞു. പക്ഷേ ആ ഇശാ നിസ്കാരം അത് സ്വീകാര്യമാണോ, റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് അറിയണമെങ്കിൽ അത് നാളെ മഹ്ശറിൽ എത്തിയേ പറ്റൂ, അല്ലാതെ അറിയുകയില്ല. അവിടെയാണ് അറിയുക. ചിലപ്പോൾ നാം സലാം വീട്ടലോട് കൂടി നമ്മുടെ നിസ്കാരത്തിനെ ചുരുട്ടിയിട്ട് മുഖത്തിലേക്ക് മാലാഖന്മാർ വിളിച്ചെറിഞ്ഞു പറയും, ഈ നിസ്കാരം നിനക്ക് അല്ലാതെ ആവശ്യമില്ല എന്ന് പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.
അവിടെ നമ്മൾക്ക് രക്ഷപ്പെടാൻ ഇപ്പോൾ സ്വീകരിക്കുന്ന അമല്, തള്ളാത്ത അമല്, തട്ടാത്ത അമല്, അത് അസ്സലാത്തു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ മേലുള്ള സലാത്ത് മാത്രമാണ്. ഇദാ മാശീത ഫിദ്ദാറൈനി തസ്അദ് വഅക്തിർ മിനസ്സലാത്തി അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് ലോകം ഏതാണ്? ഈ ദുനിയാവും വിജയിക്കണം, ആഖിറം വിജയിക്കണമെന്ന് ഒരു മനുഷ്യനിക്ക് തോന്നുകയാണെങ്കിൽ ഫഅക്തിർ മിനസ്സലാത്തി അലാ മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ മേൽ സലാത്ത് വർദ്ധിപ്പിക്കട്ടെ എന്ന് മഹാന്മാർ ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖബറയിൽ എഴുതിട്ട ഒരു ബൈത്തിലാണ് ആദ്യത്തെ തുടക്കത്തിന്റെ ബൈത്ത്. അങ്ങനെയാണ്, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്. മനസ്സിലാക്കണം. നമ്മള് സലാത്ത് നല്ലോണം പറയാ. അതിനെന്തും പറയേണ്ടത് യഥാർത്ഥത്തിൽ അതിനൊരു അദബുണ്ട്. പിന്നെ ഉളുവോട് കൂടി കിബിലക്ക് മുട്ടി അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഒരാൾ അതൊന്നും ഇല്ല, അയാള് കാണാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലുകയാണെങ്കിലും ആ സ്വലാത്തിന് അല്ലാഹ് തട്ടൂല. എന്തുകൊണ്ടാണ്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ശറഫ് കൊണ്ടാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ സലാത്ത് എവിടെ എത്തിപ്പോ? ഇപ്പൊ എവിടെ എത്തി? ഒന്നുമുണ്ട്, നിങ്ങൾ മുണ്ടി പേടിക്കണ്ട, ഇങ്ങോട്ട് പറഞ്ഞാൽ ഇപ്പൊ എവിടെ എത്തി സലാത്ത്? വീട്ടിലെത്തി. കുറെ ലേട്ടോ, ഇവിടെ എത്തി സലാത്ത്. മദീനയിലെത്തി, മുത്തുനബിന്റെ ഹദ്റത്തിലെത്തി. ആരെത്തിച്ചു? അതിന് ഒരു മലക്കുണ്ട്. ആ മലക്ക് പറയുമത്രേ, അല്ലാഹുവേ അവിടെ റസൂലേ ഇന്ന സ്ഥലത്തൊരു മജ്ലിസ് നടക്കുന്നുണ്ട്, അവിടെ വച്ചിട്ട് അതേ ആദം ഇബ്നു അബ്ദുല്ലാന്റെ മകൻ ആദം ചൊല്ലിയ സലാത്താണ്. ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാണ്, നിങ്ങൾ നിങ്ങളെ പേര് പറഞ്ഞു. നിങ്ങളെ പേരൊന്നും അറിയാലല്ലോ, മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ പേര് പറഞ്ഞോ. ഈ സലാത്താണ് ആദം ഇബ്നു അബ്ദുല്ലാ പറഞ്ഞ സലാത്താണ് നബിയെ എന്ന് നമ്മുടെ ബാപ്പാന്റെ പേരടക്കം റസൂലുള്ളാഹി തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. അത് കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നടക്കുന്ന കുത്തുബിയത്ത് റബ്ബ് എല്ലാവരും ആൾക്കാർ നല്ല കൂടുന്നുണ്ടാവില്ല. മാസത്തിലൊരു കുത്തുബിയത്തല്ലേ അല്ലേ? ഉണ്ടെന്നില്ല, നല്ല ആള് കൂടുന്നു. മുഞ്ഞാന്ന് ഒരു വയന്നിന് പോയി ഞാൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി വയതുണ്ടായി പുത്തൂർ മട്ടത്തറ ആ ഭാഗത്ത്. അപ്പൊ അവിടെ സ്വാഗതം പറഞ്ഞ ഭയങ്കര പെണ്ണുങ്ങൾ ഉസ്താദെ, ആണുങ്ങൾ കുറവ്, പെണ്ണുങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. മനസ്സിലായില്ല? ഭയങ്കര ഒഴുകി ഏടുന്ന് വരുന്ന കാണുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും 3-4 പെണ്ണ് വീട്ടിൽ കെട്ടിയിട്ടുണ്ടാവും ആണുങ്ങൾ. പിന്നെ എന്തില്ലേടുന്ന് വരും ഓരോ പെണ്ണ് കെട്ടിയെങ്കിൽ ആണുങ്ങൾ ഇല്ലേ? മനസ്സിലായി. പക്ഷെ അങ്ങനെ ഒരു സദസ് ഇവിടെ കാണുന്നില്ല. ഞാൻ വരുമ്പോ വിചാരിച്ച എന്തുണ്ടല്ലോ 10 ആളുണ്ടാവും. കാടല്ലേ? അല്ലാഹു അഅലം. മനസ്സിലായില്ല? ഇവിടെ നോക്ക്. പക്ഷെ നല്ലൊരു സദസ്സാണ്. അല്ലാഹു കബൂലാക്കട്ടെ. ഒന്ന് പഠിച്ചു ആ കുത്തുബിയത്തിന് മാസം തോറും വരുന്ന ആ കുത്തുബിയത്ത് അത് കരുതിയിട്ട് വരാം. കരുതിയിട്ട് നല്ല ഇഖ്ലാസ് കൂടി പറയാം. മനസ്സിലായില്ല? ഇനി ഇർട്ടാക്കലില്ലേ കുത്തുബിയത്തിന്? ഇല്ല, ഇഷ്ടാക്കിട്ടല്ലേ നല്ലോണം ഇഷ്ടാക്കി വൃത്തിപ്പത്തേരം. കുറെ ആള് കുറെ കളിയാക്ക, അത് കളിയൊന്നും ആക്കിവിടാ. കുറെ ആള് കുറെ ആളങ്ങനെ അതിനൊരു അദബുണ്ട്, മട്ടുണ്ട് പറയുന്നത്. കുറെ ആളല്ല അപ്പുറത്തെ 10 ആള് അബ്ദുൽ ഖാദിർ ജീലാനി അതിക്കൂടാ. എല്ലാരും ഒരേപോലെ അതിന് കുറെ ബായാക്കി ഒച്ചിട്ട് പറയണമെന്നില്ല. സമാധാനത്തിൽ ഇങ്ങനെ പറയാം. നല്ലൊരു നീയത്തിൽ പറയാം. തങ്ങളെല്ലാം വിളിക്കാം. കളവ് പറയല്ല എന്നും ചെന്നാരേ, കള്ളന്റെ കയ്യില് പൊന്നു കൊടുത്തോവാർ
അങ്ങനെയുള്ള ഔസല്ലാദമാണ് ജീവിതത്തിൽ കളവ് പറയാത്ത, ആക്രമിക്കാത്ത, നന്മ മാത്രം തിന്മയില്ലാത്ത നന്മ മാത്രം വർദ്ധിപ്പിച്ച, ഒരാളെ ആക്ഷേപിച്ചിട്ടില്ല, ഫിത്നയാക്കിയിട്ടില്ല, അസൂയ വച്ചിട്ടില്ല, അഹംഭാവമില്ല. ഉമ്മാന്റെ പൊരുത്തമാണ്, ഉമ്മാന്റെ ദുആയാണ് ഔസല്ലാദ് തങ്ങൾക്ക്. ആ മഹാനിനെയാണ് നാം സ്നേഹിക്കേണ്ടത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങൾ ഒരു ഇബാദത്തുമില്ല, ഇൽമില്ല, അമലില്ല, ഈമാൻ കുറവാണ്. പടച്ചവനെ, ആ മഹാന്മാരെ സ്നേഹിക്കുന്നതിന്റെ കാരണത്താൽ ഞങ്ങളൊക്കെ നീ അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അതുകൊണ്ട് കളയരുതേ മുഅ്മിനേ. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ. ഞാനൊന്ന് ചോദിക്കും, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വെച്ച് മറുപടി പറഞ്ഞാൽ മതി. ഒരു വിഷയമാണ് ഇതൊരു വയത്, വെറും പറന്നാക്കി പോകുന്ന വയതാവാതെ മാറാതെ നമ്മൾ എന്തെങ്കിലും കിട്ടുന്നോ അത് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞോ. ഒരു പേടിയും പേടിക്കണ്ട. അള്ളാനെ കാണാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവോ? ഇല്ല. അള്ളാനെ കാണാനുമെല്ലാം ആഗ്രഹിക്കുന്നവരെന്നല്ല എല്ലാരും. ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ ബയിച്ചിട്ടില്ലേ? എന്നല്ലേ? ഞാനേ ബയിച്ചിട്ടില്ല, വെറും വാങ്ങല വെച്ചിട്ട്. മനസ്സിലായി? നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി ആ വീട്ടുകാരുണ്ടല്ലോ, അള്ളാഹു താല അവരുടെ റിസ്കിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഞാൻ ബൈക്കണം എത്ര പോയിട്ട്. മനസ്സിലായി? അള്ളാനെ കാണാൻ ആഗ്രഹിക്കാത്ത ആരുണ്ടോ? ഇല്ലല്ലോ. എല്ലാരും കാണുന്ന പടച്ചോനെ കാണണോ, പടച്ചോനെ കാണണം, അള്ളാനെ കാണണം. അള്ളാഹ് ഞങ്ങളെ സൃഷ്ടിച്ചു, ലോകം സൃഷ്ടിച്ചു, പക്ഷെ ഒന്നും നമ്മൾ കാണുന്നില്ല. അല്ല, അങ്ങനെയല്ല. കറണ്ട് എല്ലാം കാണും, വയറ് കാണുന്നത്, പക്ഷെ എന്ത് കാണുന്നില്ല? എന്തില്ല കാണുന്നോ? വയറിങ്ങനെ പോയിട്ടുണ്ട്, കറണ്ടിന്റെ വയറുണ്ട്. അതിൽ കറണ്ട് ഉണ്ടോ ഇല്ല എന്ന് അറിയണമെങ്കിൽ മെല്ലെ ഒന്ന് പൊടിക്കണം, അല്ലേ? പൊടിച്ചാലേ അറിയൂ ഉണ്ട്. അതാ ലോകം കാണുന്ന, എല്ലാം കാണുന്ന നമ്മളെ കാണുന്നുണ്ട്, അള്ളാനെ കാണുന്നില്ല. അള്ളാഹിനെ കാണുന്നത് സ്വർഗത്തിലാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ അള്ളാഹിനോട് സ്വർഗം ചോദിക്കണേ, നരകത്തിനെ തൊട്ട് നിങ്ങളെ കാവലിനെ തേടണേ. സ്വർഗം ചോദിക്കണം, പക്ഷെ ഇബാദത്ത് അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം. ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് ആർക്ക് വേണ്ടിയായിരിക്കണം? അല്ലാഹുവിനെ പേടിച്ചിട്ടായിരിക്കണം. വെറും സ്വർഗം മാത്രം ആഗ്രഹിച്ചോ, നരകം പേടിച്ചിട്ടല്ല, അള്ളാനെ പേടിച്ചിട്ട്. അള്ളാനെ പേടിച്ചിട്ട് ഇബാദത്ത് ചെയ്യുമ്പോ അള്ളാഹ് നമ്മൾ എവിടെ കടത്തുന്നു? സ്വർഗത്തിലാ. സ്വർഗം ചോദിക്കൂ എന്ന് പറഞ്ഞു. എന്തിനാണ്? അള്ളാനെ കാണുന്നു സ്വർഗത്തിലാ, നരകത്തിൽ അള്ളാനെ കാണൂല. അതിനാണ് സ്വർഗം ചോദിക്കുക, നരകത്തിനെ തൊട്ട് അഭയം തേടുക. മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു ഇൽമ ഈ സദസ്സിൽ പോയി പിരിയുന്ന സമയത്ത് ഒരു ഇൽമ ആരെങ്കിലും ഒന്ന് പഠിച്ചാൽ രക്ഷപ്പെട്ടു എന്ന് മുഹമ്മദ് മുസ്തഫ. നരകത്തിലൊരു മനുഷ്യനുണ്ട്, നരകത്തിൽ ഒരാളുണ്ട്, അയാൾ ഒരു മൂലക്കിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾ പറയുന്ന ഒരു വാക്കുണ്ട്, യാ ഹന്നാൻ യാ മന്നാൻ. അയാൾ നരകത്തിന്റെ ഒരു മൂലക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അള്ളാഹ് പറയാണ്, ആ മനുഷ്യനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, നരകത്തിൽ നിന്ന് കൊണ്ടുപോവാ, ഇങ്ങോട്ട് പുറത്തു കൊണ്ടുപോവാ. അങ്ങനെ ജിബ്രീൽ പോകും, മാലിക് അലൈഹിസ്സലാമിനോട് പറയും. മാലിക് അലൈഹിസ്സലാം പുറത്തു കൊണ്ടുവരും ആ മനുഷ്യനെ. എന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നിർത്തും. മാലാക്കന്മാർ അള്ളാഹുവിന്റെ സമ്മതത്തോടു കൂടി മാലാക്കന്മാർ ചോദ്യം ചോദിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. ആ മനുഷ്യനോട് ചോദിക്കും, അല്ല നീ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറ, നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ദുനിയാവിൽ പറ. അപ്പം ഒറ്റ നിർത്തിട്ട് പറയും, പഠിച്ചോനെ, ഇപ്പൊ കുറെ ചോദ്യം തുടങ്ങിയാൽ കുറെ ചോദ്യം ഉണ്ടാവും, ഇനി മറുപടി പറയാൻ എന്നെ കൊണ്ട് കഴിയല, അതുകൊണ്ട് ഞാൻ നരകത്തിൽ തന്നെ പോയിക്കോളാം. എനിക്ക് ചോദ്യത്തെ മറുപടി ഞാൻ പോയിക്കോളാം നരകത്തിലേക്ക്. അള്ളാഹ് പറയും, ഒന്ന് പോയിക്കോ, നരകത്ത് പോയിക്കോ. മെല്ലെ പോവും. നരകത്തിന്റെ അടുത്തെത്തുമ്പോഴേക്ക് അവൻ തിരിഞ്ഞിട്ടൊന്ന് നോക്കും ഇങ്ങോട്ട്. അള്ളാഹ് ചോദിക്കും, എന്തേ തിരിഞ്ഞു നോക്കിയത്, പോന്നില്ലേ?
അപ്പോ ഞമ്മ ഇങ്ങനൊരു തലചൊറിയലുണ്ടല്ലോ, അങ്ങനെ ഉണ്ടാവും ഇല്ല? പഠിച്ചോനെ എന്താ പഠിച്ചോ, എന്തായി? അല്ല 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 പറ, എന്ത് പഠിച്ചോനെ? ഞാൻ ഇന്നെ ഭാരപ്പെട്ടില് ഒരു മജ്‌ലിസ് ഉണ്ടായി. അപ്പൊ അവിടെ ആദം താരിയല്ലോ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ടായി. അയാളൊരു വയല് പറഞ്ഞ് ഞാൻ കേട്ട്. 2 മണിക്കൂർ വയല് പറഞ്ഞു. പക്ഷെ എനിക്ക് 2 മണിക്കൂർ എന്ത് മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യം, ഒരു ഇൽമു ഞാൻ അയാളെന്ന് കേട്ട് പഠിച്ചു. എന്താണത്? അയാള് പറയും, പഠിച്ചോനെ, അയാളെ പറഞ്ഞ 2 മണിക്കൂറിൽ പറഞ്ഞ ഒരു വയലാണ് എന്റെ മനസ്സിലുള്ളത്. ഒരാള് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, നരകത്തിൽ നിന്ന് അയാളെ പുറത്തു വന്ന, രണ്ടാമതായി അയാള് നരകത്തിൽ കടക്കൂല എന്നൊരു വയത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരി, അത്രയോ കേട്ടതാ? അത്രയോ ഉള്ള പഠിച്ചോനെ. അപ്പോഴേക്ക് അല്ലാഹു പറയുമത്ര, എന്നാൽ ആ മനുഷ്യന് നരകത്തിൽ കടത്തല്ലേ, ഒരൊറ്റ ഒരു ഇൽമിന്റെ കാരണം കൊണ്ട് അയാളെ സ്വർഗത്തിൽ കടത്തി വിടുവീ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അല്ലാഹു നമ്മൾ അവന്റെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നീട്ടുന്നില്ല, നമുക്ക് 10 മണിയാകുമ്പോൾ എല്ലാം തീർന്നിട്ട് പോണം. നമുക്ക് നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. 2 നമ്മൾക്ക് എപ്പോഴും വേണം. 2 കാര്യം. നിഅമതാനി അളീമതാ, വണ്ണമായ 2 നിഅമത്ത് അല്ലാഹു തആല മനുഷ്യനിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അധിക പേരും ആ നിഅമത്തിനെ കൈവശപ്പെടുത്തുന്നതിൽ അവർ വഞ്ചിതരായിരിക്കുകയാണ്, അവർ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഒന്നാമത്തെ അസ്സിഹ്ഹത്തു, രണ്ടാമത്തെ വൽ ഫറാഗ്, ആരോഗ്യകാലമാണ്. ആരോഗ്യകാലത്തിന് അല്ലാഹു തആല അവർ ചെലവഴിക്കാതെ കണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുക, ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അല്ലാഹുവിന് വേണ്ടിയല്ല അവന് ചെലവഴിക്കുന്നത്. അനാവശ്യമായി കൊണ്ടാണോ നമ്മുടെ ആരോഗ്യ റബ്ബ് തന്ന ആരോഗ്യത്തിന് ചെലവഴിക്കുകയാണെങ്കിൽ അവൻ വലിയ നഷ്ടം സംഭവിച്ചവനാ. ഒഴിവ് സമയം കളയരുത്. ഒഴിവ് കിട്ടുന്ന സമയത്ത് നമ്മൾ അനാവശ്യം പറഞ്ഞ് കളയരുത്. ഒരു 2-3 ആൾക്കാർ ഇങ്ങനെ കൂടുകയാണ്, അവിടെ അനാവശ്യം പറയുകയാണെങ്കിൽ ആ മജ്‌ലിസിൽ ഇരിക്കാൻ പാടില്ല. മറ്റവന്റെ ഗീബത്താണ് പറയുകയാണെങ്കിൽ അത് നീ കേൾക്കാൻ പാടില്ല. അവിടെ നിന്ന് തിരിഞ്ഞു വരണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ ധന്യമാക്കണം. പക്ഷേ മുഅ്മിനായ മനുഷ്യന്റെ സമയം ഒരിക്കലും വേസ്റ്റ് ആവൂല. എന്തെന്നറിയോ? ഉദാഹരണം പറയാം. ഒരു ചങ്ങാതി ഹോസ്പിറ്റൽ കിടക്കുകയാണ്. ആ ചങ്ങാതിയെ, ഹോസ്പിറ്റൽ കിടക്കുന്ന ചങ്ങാതിയെ നീ കാണാൻ വേണ്ടി പോവാണ്. ഉദാഹരണം പറയാം. മാതാപിതാക്കൾ പിന്നെ പറയണ്ടല്ലോ. ഒരു സുഹൃത്ത് കിടക്കുകയാണ്. നീ പോകുന്നത് എന്തിനാണ്? ഇവിടെ നിന്ന് വീട്ടിൽ നിന്നിറങ്ങിയത്, എന്റെ ചങ്ങാതി ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്, അയാളെ ഞാൻ കാണാൻ വേണ്ടി, സന്ദർശിക്കാൻ വേണ്ടിയാ പോവാ. എന്നാല് നീ പോയി വരുന്നത് വരെ നിന്റെ നീയത്ത് അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് മുഴുവനും അല്ലാഹു തആല നീ അറിയാതെ നിനക്ക് പ്രതിഫലം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇതൊരു മജ്‌ലിസ്. ഈ മജ്‌ലിസിൽ നമുക്ക് തോന്നുന്നുണ്ടോ അല്ലാഹു കൂലി തരൂലാന്ന് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും തോന്നോ? ഇല്ലല്ലോ, തോന്നുന്നില്ലല്ലോ. ഉറപ്പല്ലേ ഇവിടെ കൂലിയുള്ളത്? ഉറപ്പാണ്. ഇപ്പൊ ഒരാൾ മരിക്കാൻ പോവാണ്. ഇവിടെ ഈ സദസ്സിൽ ഒരാൾ ഇപ്പൊ മരിക്കുന്നുണ്ട്. പേടിക്കണ്ട, എല്ലാം ഓടിച്ചു. ഒരാളിപ്പൊ മരിക്കാൻ പോവാണ്. എവിടെ? നിങ്ങൾ നസറായില്? അല്ലല്ല,
അസ്രായിൽ അവിടെ നോക്കണ്ട മോനെ, അസ്രായിൽ വരുമ്പോ നോക്കണ്ട ആരും. അസ്രായിൽ വന്നിട്ടുണ്ട്. അസ്രായിൽ അലൈഹിസ്സലാം 5 പ്രാവശ്യം വന്നിട്ടുണ്ട് നമ്മളെ വീട്ടിലേക്ക്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കാല് കുത്താക്കിട്ട് പറഞ്ഞു. അസ്രായിൽ 5 പ്രാവശ്യം വന്നു. ആരെങ്കിലും മരിക്കാൻ സമയമായിട്ടുണ്ടോ എന്ന്. 40 ദിവസം അർശിന്റെ സമീപമുള്ള ഒരു മരത്തിൽ നിന്ന് ഇല വന്നിട്ട് അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മടിയിലേക്ക് വീഴുകയാണ്. അസ്രായിൽ അലൈഹിസ്സലാം അത് എടുത്ത് വായിക്കുകയാണ്. ആദം ഇബ്നു അബ്ദില്ലാ, നിങ്ങളെ ഞാൻ പറയുന്നില്ല, എന്റെ പേരെന്നെ പറഞ്ഞോട്ടെ, നിങ്ങൾ ബേജാറാവണ്ട. ആദം ഇബ്നു അബ്ദില്ലാ മരിക്കാൻ 40 ദിവസമുണ്ട്. അയാളെ ബിസ്സമായി മയ്യിത്താ വഫിൽ അർളി ഹയ്യാ, ആകാശത്തിൽ അയാളെ വിളിക്കുന്നത് മയ്യത്ത് എന്നാണ്. 40 ദിവസത്തിന് മുമ്പ് ആ മനുഷ്യൻ ആകാശത്തിലുള്ളവർ വിളിക്കുന്നത് മയ്യത്ത് എന്നും, അതേ ഭൂമിയിലുള്ളവരെ ഹയാത്തുള്ളവർ എന്നാണ് വിളിക്കുകയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാരും ഒന്ന് ചിന്തിക്കേ. നമ്മളിങ്ങനെ ഇരിക്കുന്നത്, ഞാൻ പ്രസംഗിക്കുന്നുണ്ടല്ലേ, ഇന്ന് ഇങ്ങനെ പ്രസംഗിക്കുകയാണോ? നാളെ ചിലപ്പോ ഇവിടെ സ്വാഗതം പറയുന്ന അല്ലെങ്കിൽ വാരക്കുന്ന അല്ലെങ്കിൽ എന്റെ കാക്ക ഉസ്താദ് പറയും, ഇന്നലെ വന്ന ആദം ദാരിമി ഇന്ന് മരണപ്പെട്ടു പോയി എന്ന്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് 24 മണിക്കൂറിന്റെ ഉള്ളിൽ നീ 6 അടി മണ്ണിലായിരിക്കും എന്നുള്ള വിചാരം നിന്റെ മനസ്സിൽ വേണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആർക്കും അറിയില്ലല്ലോ ഈ സദസ്സിൽ ഇത്ര ആളില്ലേ, എല്ലാരും ഉണ്ട്. നമ്മൾ ആയുസ് തീർന്നോ ഇല്ലേ നമുക്കറിയോ? അറിയോ? അറിയലല്ലോ, ആർക്കും അറിയില്ല. ഇപ്പൊ ഒരാള് മരിച്ചു എന്ന് വെച്ചോ, അവൻ ആരാണ്? അവൻ ഭാഗ്യവനാണോ അല്ല ഭാഗ്യക്കേടായ? എന്ത് പറയാ നിങ്ങൾ? ഇപ്പൊ മരിച്ചു ഒരാൾ ഭാഗ്യവനല്ലേ? നിങ്ങ മുണ്ടലില്ല ഭാഗ്യ ഒറ്റ പറയും. എന്തുള്ളവർ ഇല്ല? ഇപ്പൊ വയലെന്താക്കാൻ അറിയോ? മനസ്സിലായില്ല. ഭാഗ്യവനാണ് ആര് മരിച്ചാൽ ഒക്കെ. അത് പറ്റൂല, അത് ഭാഗ്യക്കേടുള്ളവരാണ്. ഈ ലോകത്ത് എങ്ങനെ ഒരാള് മരിച്ചു, ഒരാള് മനുഷ്യൻ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത്? അവൻ വള്ളി തൂങ്ങിട്ടാണോ? നാളെ മഹ്ശറിൽ അതേപോലെ അവൻ വള്ളി കയറ് കൗത്തേക്ക് ചങ്കിലേക്ക് കെട്ടും, എന്നിട്ട് തൂങ്ങും, മരിക്കും, ഹയാത്താകും, വീണ്ടും അവൻ ഹയാത്താകും, മരിക്കും. ഇങ്ങനെയായിരിക്കും. ഒരാള് കിണറ്റിലേക്ക് തുള്ളിയിട്ട് മരിച്ചു, എന്നാൽ അവിടെ കിണുണ്ട ഇല്ല, തോടു എല്ലാമുണ്ട്. പക്ഷേ വെള്ളമല്ല, അത് തീയാണ്, തീയാണ്. അതിൽ തുള്ളിയവൻ മരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ സമയം വേസ്റ്റ് ഇല്ല നമുക്ക്. ഇപ്പൊ ഇല്ലാതെ കൂലിയുണ്ട്. ഒരാൾ മരിച്ചാൽ അവന് ഭാഗ്യവനാണ്, അവന് സ്വർഗത്തിലാണ്. ഉസ്താദ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇൽമിന്റെ മജ്ലിസ് റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ പൂന്തോപ്പാണ്. ഇവിടെയാണ് അയാൾ ഇരിക്കുന്നത്. അയാളെ റഹ്മത്തിന്റെ മാലാഖമാർ സ്വർഗത്തിന്റെ പട്ടുടകൾ വന്ന് ഒരു പാത്രത്തിൽ പട്ടുടകളുമായി വരികയാണ്. എന്നിട്ട് ആ പട്ടുടകൾ വന്നിട്ട് ആ മഹാനായ മനുഷ്യന്റെ റൂഹിനെ ആ പട്ടിൽ പൊതിഞ്ഞിട്ട് അവനെ സ്വർഗത്തിലേക്ക് ആകാശത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നമ്മുടെ ജീവിതം നന്നാവണം. നമ്മൾ അള്ളാഹിനെ സ്നേഹിച്ചാൽ പോരാ, അള്ളാഹു നമ്മൾ എന്താക്കണം? പറയ്, അള്ളാഹ് നമ്മൾ എന്താക്കണം? സ്നേഹിക്കണം. അല്ലേ? ഞാൻ ഈ ഉസ്താദന്മാരെ ഇയാളെ മാത്രം ഞാൻ സ്നേഹിച്ചാ പോരാ, ഇയാൾ എന്താക്കണം? ഇങ്ങോട്ട് അല്ല ഉസ്താദ്, ഇങ്ങോട്ട് സ്നേഹം വേണ്ടേ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം വേണം, എന്നാൽ അതെന്താവും? സ്നേഹാവും. ഞാൻ വെറുതെ സ്നേഹിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഗൗസുല്ലാ നമ്മ തങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഗൗസുല്ലാ തങ്ങൾ ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിൽ സ്നേഹാവോ? രക്ഷപ്പെടോ? ഇല്ല. അപ്പൊ ഉസ്താദ് അത് എങ്ങനെ നമുക്ക് അറിയുന്നത്? അതറിയുന്ന കുത്തുബിയത്തിന് പറഞ്ഞു.
മാസത്തിന് നിനക്ക് കുത്തിവെത്തിന് നിനക്ക് വരാൻ അള്ളാഹു തൗഫീഖ് ചെയ്തിട്ടുണ്ടാ. എന്നാൽ അപ്പൊ മനസ്സിലാക്കണം, എന്നെ ഗൗസുല്ലാഹ് നമ്മെ സ്നേഹിച്ചിട്ടുണ്ട്. ഈ ഇൽമിന്റെ മജ്‌ലിസിൽ വരാൻ നിനക്ക് അല്ലാഹു തൗഫീഖ് തന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ നീ വിചാരിക്കണം, എന്നെ അല്ലാഹു എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. എന്നെ അല്ലാഹ് സ്നേഹിച്ചില്ലെങ്കിൽ ഇവിടെ വന്ന് ഇൽമി കേൾക്കാൻ എനിക്ക് ആ ഭാഗ്യം തൗഫീഖ് റബ്ബ് തരൂല. മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ ആയിരിക്കണം നമ്മളെ ജീവിതം. പണ്ടൊരു കാളി, മറ്റേ മഹാന്മാരുടെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ കാണാം, ഒരു കാളി ഒരു അടിമ സ്ത്രീയെ ഇങ്ങനെ വാങ്ങിയിട്ട് ഇങ്ങനെ വരികയാണ്. അടിമ സ്ത്രീയെ വാങ്ങി വന്നു. അയാൾ കൊണ്ടുവന്നിട്ട് ഈ അടിമ സ്ത്രീയെ ഒരു റൂമിലിട്ടു. ഇയാള് പോയിട്ട് സുഖമായി രാത്രി കിടന്നുറങ്ങി. സുബൈക്ക് ഒരു അല്പം മുമ്പ് അയാൾ എണീച്ചിട്ട് ആ അടിമ സ്ത്രീ കിടക്കുന്ന റൂമിന്റെ അരികയിലൂടെ ഇങ്ങനെ അയാളെ വിട്ടുകിടക്കാണ് കാളി. അപ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് അയാളെ കണ്ടരങ്ങമേ, അടിമ സ്ത്രീ സുജൂദിൽ കിടന്നിട്ട് ആ അടിമ സ്ത്രീ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബിഹുബ്ബിക ലീ അൻ തഗ്ഫിറ ലീ. പടച്ചോനെ, നീ എന്നെ സ്നേഹിച്ച കാരണത്താൽ എനിക്ക് പൊറുക്കണേ അല്ലാഹ്. അയാളെ ദുആ അങ്ങനെ, നിങ്ങൾ ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്. ആ പെണ്ണ് ദുആരുന്നത് എങ്ങനെ? അല്ലാഹുമ്മ ബിഹുബ്ബിക ലീ അൻ തഗ്ഫിറ ലീ. പഠിച്ചോനെ, നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടല്ലോ, ആ കാരണം എനിക്ക് പൊറുക്കണം. അപ്പൊ കാളി വിചാരിച്ചു ഓള് ചെയ്യുന്ന ദുആ തെറ്റാണ്, ഇത് ശരിയല്ല. ഇവിടെ മലയാളം അല്ലേ? അല്ല, നമ്മളിവിടെ മലയാളം അല്ല, ഞാൻ മാത്രം ബാക്കിയെല്ലാം മലയാളികൾ തന്നെയല്ലേ? മനസ്സിലായോ? കാളി വിചാരിച്ചു തെറ്റാണ്, ഓളെ ദുആ ഇത് ശരിയല്ല. ഓളെ വിളിച്ചു, മോളെ നിന്റെ ദുആ തെറ്റാ, നീ അള്ളാഹിനെ സ്നേഹിച്ച് ആ കാരണത്തിൽ ആ പൊറുക്കണമെന്ന് പറയണോ? അള്ളാഹ് നിന്നെ സ്നേഹിച്ചല്ലേ നിനക്ക് എന്തറിയുന്നു? അപ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് ആ കാളിയുടെ മുഖത്തിലേക്ക് ആ പെണ്ണ് നോക്കിക്കൊണ്ട് പറഞ്ഞുവത്രേ, അല്ലയോ കാളി, ഞാൻ സുബഹി വരെ ഉറങ്ങാതെ അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ച് സുജൂദ് ചെയ്തോ, നിങ്ങളാണെങ്കിൽ സുഖനിദ്രയിലായിരുന്നു. സുബഹി വരെ നിങ്ങൾ അല്ലാഹ് ഉറക്കില്ലേ? ഞാനാണെങ്കിൽ ഉറങ്ങാതെ സുബഹി വരെ അല്ലാഹു ഇബാദത്ത് ചെയ്തില്ലേ? അല്ലാഹ് എന്നെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ സുബഹി വരെ നിസ്കരിക്കാനുള്ള തൗഫീഖ് അല്ലാഹ് എനിക്ക് തരൂല. നിങ്ങളാണെങ്കിൽ കിടന്നു പറഞ്ഞത് അല്ലാഹ് നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ അല്ലാഹ് സ്നേഹിച്ചിരുന്നെങ്കിൽ നിങ്ങളെ കിടന്നു പറഞ്ഞുമോ എന്ന് പറഞ്ഞപ്പോഴാണ് കാളി വിചാരിച്ചത്, ശരിയാണ്, പെണ്ണിന്റെ ദുആ ശരിയാണ്. അല്ലാഹു ഇങ്ങോട്ട് സ്നേഹിച്ചു എന്നതിന്റെ അടയാളം ഒരു മനുഷ്യന് തഹജ്ജുദ് നിസ്കരിക്കുകയാണോ? തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളില്ല നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടല്ലോ. ആ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആള് കൈബന്ധിക്കണ്ട. എല്ലാരും കൈബന്ധിക്കും പറയാൻ പാടില്ല. പുരസ്തന്മാർ അങ്ങനെ പറയണല്ലോ, ഞങ്ങൾ ഇന്ന് നിസ്കരിച്ചവർ കൈബന്ധിക്കുന്നില്ലേ. അപ്പൊ ഈ പാപ്പ ഈ നിസ്കരിക്കാത്തവന് സുബഹി നിസ്കരിക്കാത്തവൻ പൊന്തുന്നില്ല, എന്താക്കുന്നു? ഓന് നാണക്കേടാവോയില്ലേ? അവയില്ലേ? ബാക്കിയുള്ളവർ പൊന്തിക്കുമ്പോ അപ്പൊ ഞാൻ പോരെന്ന് പറയുന്നറിയോ? ഞങ്ങ സുബഹി നിസ്കരിച്ചവരെല്ലാരും കൈ പൊന്തിക്കണ്ട എന്ന് പറയും. അപ്പൊ നിസ്കരിക്കാത്തവനിക്ക് സമാധാനായി. അവനറിയാനില്ലല്ലോ. അള്ളാഹു കാക്കട്ടെ. ഒന്നേ ഇല്ല, കാക്കണ്ടേ? കാക്കണം. അള്ളാഹു കാക്കട്ടെ. ഞാൻ എന്ത് പറഞ്ഞു? അപ്പൊ കാളി പറഞ്ഞു, ശരിയാണ്, അള്ളാഹു നമ്മളെ സ്നേഹിക്കണം. അള്ളാഹു സ്നേഹിച്ചാലേ നമ്മൾ രക്ഷപ്പെടുകയുള്ള കാളിന്റെ വാക്കാണ്. അതാണ് നമ്മൾ ഈ മജ്‌ലിസ് നോക്ക്. ഈ മജ്‌ലിസ് ഇപ്പൊ നിങ്ങൾ 3 ദിവസമല്ലേ പരിപാടി? 3 ദിവസത്തിന്റെ പരിപാടി. ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം മനസ്സിലുണ്ടാവണം. നിങ്ങളൊരു ഞാൻ ഉദാഹരണം പറയാം. കുല്ലു മൽഹൂബിൻ ഫഇന്നമാ ലഹു ലദ്ദത്തുൻ വാഹിദ ഇല്ലൽ ഇബാദ ഫഇന്ന ലഹാ സലാസ ലദ്ദാ. ഏതൊരു ആനന്ദിക്കുന്ന
ആനന്ദിക്കുന്നതായ ഒരു വസ്തു, രുചിക്കുന്നതായ ഒരു ദുനിയാവിലുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ ഒരു രുചിയേ ഉണ്ടാവുകയുള്ളൂ. അത് അപ്പോഴേക്ക് അത് പോയി കളയും. ചോറ് തിന്നു, ഇപ്പൊ ബിരിയാണി വന്നു, വേണ്ട പായസം ഇപ്പൊ വരല്ലേ എവിടേക്ക്, അതും ഇല്ല. എന്താ പീടിയുണ്ടല്ലേ, അവിടെ ഹോട്ടലുണ്ടല്ലോ, പോകുമ്പോ നിങ്ങ പാങ്ങനെ ചായ കുടിച്ചോളൂ, എന്റെ പകൽ എന്നെ കുടിച്ചോളൂ, പൈസ കൊടുത്തോളൂ. അത് പറയാൻ പേടിയാണ്. അത് ഞാൻ പറഞ്ഞിട്ട് പണ്ടൊരിക്കൽ കുടുങ്ങി ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴൊക്കെ ഒരു പൊട്ടം മൊത്തം ഉറങ്ങിക്കൊണ്ടാണ്. ഇത് കേട്ട് എന്റെ പകൽ കുടിച്ചോളൂ, ഈ പൈസ കൊടുക്കുന്ന കേട്ടിട്ടില്ല. അത് ഞാൻ വല്ലേ അയാൾ കഴിഞ്ഞിട്ട് പോകുമ്പോ അയാൾ വിളിക്കുന്നു, ഉസ്താദ് അതിലെ പേര് എന്ത് അല്ല, നിങ്ങൾ 160 രൂപ തരാണ്ട് ചായ കുടിച്ചിട്ട് പോയിന്നെ. അങ്ങനെ ആയിരുന്ന നിങ്ങൾ പൈസ കൊടുത്തു. മനസ്സിലായി? ഇപ്പൊ ഞാൻ പറയാം, ഒരു പായസ ഇപ്പൊ ഇവിടുന്ന് സദസ്സിലേക്ക് വരുന്നുണ്ട് മക്കളെ. ഒരു പായസ കൊണ്ടുവന്നില്ല മക്ക, നോക്കിട്ട് ബാക്കി ഏടുന്ന് ഇയാൾ കൊണ്ടുവരുന്ന പായസ ഞാൻ കൊണ്ടുവരുന്നില്ല മക്കളെ. ഉദാഹരണം പറയാം, ഒരു പായസ കൊണ്ടുവരുന്നു, കുടിച്ച് അതിന്റെ സുഖം കുടിക്കലോട് കൂടി പോയോ ഇല്ലേ? പിന്നുണ്ടോ? ഇല്ല. ഇനി അതിന് ഓർത്തും രുചിണ്ടാ? മനസ്സിലായി? പക്ഷേ ഇബാദത്ത് ഒഴികെ ഇബാദത്തിന് ഇബാദത്തിന് 3 രുചിയുണ്ട്. ഞാൻ പറയാം, ഒന്ന് പറയാം, ഉദാഹരണം ഞാൻ പറയാം. നമ്മളെ പുരയില് മൗലിദാക്കി, ഭയങ്കരപ്പെട്ട മൗലിദാണ്. ഉസ്താദിന്മാരെ മറ്റും നാട്ടുകാരെല്ലാം വിളിച്ച് വരുത്തി ഭയങ്കര ഗമ്മത്താക്കയാള്. ഈ ആൾക്കാര് വരുമ്പോ അയാളൊരു സന്തോഷം പഠിച്ചോനെ. എന്നിട്ടെല്ലാരും ഉസ്താദിന്മാർ ആ സദസ്സിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ആ ഉസ്താദിന്മാര് മൗലീദ് ഓതുന്നേ. ഉണ്ടല്ലോ പടി അന്താ തത്ലു ബൈനനാ ഫിൽ കാവാകിബി കൽബുദു ബൽവാ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. ഉസ്താദന്മാരെ പാടുകയാണ്, ഓതുകയാണ്, എല്ലാവരും ജവാബ് ചൊല്ലുകയാണ്. ആ വീട്ടുകാരൻ അത് കണ്ട് എന്നൊന്നില്ലാത്തൊരു സന്തോഷമാണ് ആ മജ്‌ലിസ് അയാൾക്ക് കാണുമ്പോൾ. അതിനാ പറഞ്ഞത്, ഒരാൾക്ക് ഇബാദത്തിന് 3 സന്തോഷമുണ്ട്. 3 സന്തോഷം. ഒന്നാമത്തെ സന്തോഷം ഏതാ? ഈ പരിപാടി, ഈ മജ്‌ലിസ് നടക്കുമ്പോഴുള്ള സന്തോഷം. ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമുണ്ട് ഇവിടെ? എന്തില്ല, ഇല്ലേ? സന്തോഷം അല്ലെ? ഇവിടെ ഒരു മജ്‌ലിസാക്കി എല്ലാം ബൾബെല്ലാം ഇട്ട് ഭയങ്കര മജ്‌ലിസാക്കി എല്ലാം ഉണ്ട്. ഉസ്താദന്മാർ ഇരുന്നിട്ടുണ്ട്. ഇവരെ കാണുമ്പോൾ ഒരു സന്തോഷം. മനസ്സിലായില്ലേ? എല്ലാം കാണുമ്പോ വല്ലാത്തൊരു സന്തോഷം എല്ലാം ഉണ്ടാവുമല്ലോ, ഒരു സന്തോഷം അല്ലേ? ഉണ്ട്. ഇപ്പൊ ഒരു സന്തോഷം ഒന്നതാണ്. രണ്ടാമത്തെ സന്തോഷം ഇദാ തദക്കറതഹാ, അത് കഴിഞ്ഞിട്ട് എല്ലാരും പിരിഞ്ഞിട്ടെല്ലാം ബയിച്ചിട്ട് പൊടിച്ചിട്ടെല്ലാം പോയി. അപ്പൊ നമ്മള് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഞങ്ങൾ എല്ലാരും നല്ലൊരു മജ്‌ലിസ് അല്ലേ, ഉസ്താദുമാരെല്ലാം വിളിച്ചവർ വന്നിനല്ലേ, നാട്ടുകാരെല്ലാം വന്നിന്, സന്തോഷായല്ലേ? അതിന് ഓർക്കുന്ന പണി ഇതാ തദക്കറതഹാ, ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. അലാവത്തുൽ ഈമാൻ, അതാണ് ഈമാനിന്റെ മാധുര്യം, ഈമാനിന്റെ മധുരം അതാണ്. ഒരു മനുഷ്യനിക്ക് ഈമാൻ ഉണ്ടെന്നൊരു തെളിവാണത്. അവന് സന്തോഷിച്ചു. മൂന്നാമത്തെ നാളെ റബ്ബ് തആല മഹ്ശറയെത്തുമ്പോ നീ ഉണ്ടാക്കിയ മജ്‌ലിസിന് ഉസ്താദന്മാരെ സഹായിച്ചതിന്, പാപങ്ങളെ സഹായിച്ചതിന്, അവർക്ക് ഭക്ഷണം നൽകിയതിന്, അതിന് അല്ലാഹു തരുന്ന വലിയൊരു കൂലിയുണ്ട്. ആ കൂലി നിനക്ക് വരുമ്പോ വല്ലാത്തൊരു സന്തോഷം. അപ്പോൾ നീ സന്തോഷിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതിലാണ് നമ്മൾ ആരാണ്? നമ്മളെ ജീവിതം ഇസ്ലാമിന്റെ ജീവിതമായി, മുസ്ലിമിന്റെ ജീവിതമായി ധന്യമാവണം. നമ്മൾ പരിപൂർണ്ണ മുസ്ലിം, വെറുതെ മുസ്ലിം ആവൂലല്ലോ. നമ്മളെല്ലാം ഇങ്ങോട്ട് നോക്കണം. നമ്മൾ ഈ മനസ്സിന് എന്താക്കണം? ക്ലിയർ ആക്കണം അല്ലെ? ഞാൻ വലിയ ആളെ പോലെ ഞാൻ വയലിനെ വിളിച്ചിട്ടാകുമ്പോ ഞാൻ വന്ന് വലിയ കാറിന് കഴിഞ്ഞ് ഉസ്താദ് കുറെ ബഹുമാനിച്ചിട്ട് കടന്ന് ഞങ്ങൾക്ക് എന്തെല്ലോ ആയി, ഇയാള് കുറെ എന്തെല്ലാം പറഞ്ഞ് സ്വാഗതത്തെ പറ്റി പറഞ്ഞു. അപ്പൊ ഞമ്മ മോശമല്ലോ ഞാൻ എന്റെ പീസൂർ എന്ത് നമ്മളെ പുകയിലിട്ട് പറഞ്ഞാലും നമ്മൾ ഇവിടെ എന്ത് വരാൻ പാടില്ല? പറയും, എന്ത് വരാൻ പാടില്ല? കിബർ വരാൻ പാടില്ല.
അല്ലാഹു കാക്കട്ടെ. ഏത് മനസ്സാവണം നമ്മള്? യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സുരക്ഷിതമായ, നിഷ്കളങ്കമായ നല്ല മനസ്സാവണം, തുറന്ന മനസ്സാവണം. ആരോട് ചതിയില്ല, ഒരാളെ പറ്റി ഒരാളോട് ചതിയില്ല. ഒരാൾക്ക് വലിയ സ്വത്ത് കിട്ടി, അതിൽ അസൂയ എനിക്കില്ല. എന്തുകൊണ്ടില്ല? അല്ലാഹുവാണ് അയാൾക്ക് കൊടുത്തത്. നിന്നെ ഫക്കീറാക്കിയതും അല്ലാഹുവാണ്, നിന്നെ മിസ്കീനാക്കിയത് അല്ലാഹുവാണ്, അയാളെ പണക്കാരനാക്കിയതും അല്ലയാണ്. അതിൽ നമുക്ക് അസൂയുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അള്ളാന്റെ അടുത്തേക്ക് പോകുമ്പോ എങ്ങനെ പോകണം? നിഷ്കളങ്കമായ മനസ്സ്, നല്ല മനസ്സ്, തുറന്ന മനസ്സായിട്ട് പോകണം. നിർത്തണ സമയായ ഇല്ലല്ലേ? 10 മണിയാകുമ്പോ ഇല്ല. ഇൻഷാ അല്ലാഹ്. കുറെ പറയുന്നു, നമുക്ക് പഠിക്കാൻ ഇത്തിരി. നമ്മൾ ഒന്നിനും നിസ്സാരമായി കാണരുത്. ചിലപ്പോ വേറെ ഒരു അമലും അല്ലാഹ് സ്വീകരിക്കാതെ നിങ്ങളെ ഇരുത്തം, ഈ ഇരുത്തത്തിനെ കൊണ്ടായിരിക്കാം അല്ലാഹു നമുക്ക് സ്വർഗം തരിക. മുഹമ്മദുർ റസൂലുള്ളാഹി. പക്ഷെ നമ്മൾ എന്താക്കണം? ഇതില്ലേ, ഇതെന്ത് പറയാ, എല്ലില്ലാത്ത അങ്ങനെ പറയലില്ല. ഈന് നല്ലോണം സൂക്ഷിക്കാം. ഒരന്ന് പറയണ്ട. കാരണം എന്തറിയോ? സുബൈക്ക് എണീക്കുമ്പോ തന്നെ എന്താണ്? ഇദസ്ബഹ ഇബ്നു ആദം ഫഇന്നൽ അഅളാഅ തുകഫിറുൽ ലിസാന. നമ്മൾ സുബൈക്ക് എണീക്കുമ്പോ നമ്മളെ ഓരോ അവയവങ്ങള് നാവിനോട് പറയും തുകഫിറുൽ ലിസാന. നാവിനോട് പറയും തഖൂലു ഇത്തഖില്ലാഹ ഫീനാ. മോനെ, കൈ പറയും, കാല് പറയും, കണ്ണ് പറയും, ചെവി പറയും, എല്ലാം പറയും ഇത്തഖില്ലാഹ ഫീനാ. ജാഗ്രതയാക്കണം, ഞങ്ങളെ സൂക്ഷിക്കണേ എന്ന് പറയും. എന്തുകൊണ്ട്? ഇന്നമാ നഹ്നു ബിക. ഞങ്ങളൊക്കെ നിന്നെ കൊണ്ടാവുള്ളത്. നാവ് എന്ത് പറഞ്ഞു? പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ജാഗ്രതയാക്കണം എന്ന് പറയും. എന്നിട്ട് പറയാ നീ നന്നായാൽ ഞങ്ങൾ നന്നായി, നീ വളഞ്ഞാൽ ഞങ്ങൾ വളയേണ്ടി വരുമെന്ന് നാവിനോട് അവയവങ്ങൾ പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണേ. എന്തിനാ പറയുന്ന അറിയോ? ശ്രദ്ധിക്കണേ. ഒരാൾ നമ്മ ചൂടായി, ഒരാളിങ്ങനെ അയാളൊരു ചൂടായി, നമ്മളെ ചൂടാകുമ്പോ ആദ്യം പറഞ്ഞ എന്തുകൊണ്ടാണ്? നാവ് കൊണ്ടല്ലേ നമ്മൾ പറയുന്നവനെ ചീത്ത പറയാ. ഓ ഇങ്ങോട്ട് ഇപ്പുറം ഓൻ ചൂടായി. അപ്പൊ നാവ് പറയും കൊടുക്കുറാന്നിയല്ലോ, കൊടുക്കുറാന്ന്. അപ്പൊ കയ്യെന്താക്കും? പറയ്, കയ്യെന്താക്കും? ആര് പറയുന്നത്? നാവ് പറയുന്നത്. ആരോട് പറയുന്നത്? കൈ കൊടുക്കണം. അപ്പൊ കൈ, അപ്പൊ ഓൻ പാഞ്ഞിട്ടാകുമ്പോ കാൽ പായിറാന്നിയല്ലും. അപ്പൊ പാഞ്ഞല്ലോന് അപ്പോഴവനെ കാണുന്നില്ല, നോക്കിറാന്നിയല്ലും. അപ്പൊ ആര് നോക്കും? കണ്ണ് നോക്കിങ്ങനെ ഏടെങ്കിലും സൗണ്ട് കേൾക്കുന്ന നോക്കറ. അപ്പ ചെവി സൗണ്ട് കേൾക്കുന്ന. ഇതെല്ലാം നാവാണ് അവയത്തിനോട് കൽപ്പിക്കുക. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിനെ ഓർക്കണേ സദാ സമയത്തും. ഉസ്താദ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ മക്കളെ നാം സ്വാലിഹായ മക്കളാക്കി മാറ്റണം. നമല്ലിലാഹി അലൽ ഇബാദി കസീറാ വഅജല്ലുഹുൽ നജബത്തുൽ ഔലാദി. മക്കളെ നന്നാക്കി എടുക്കാൻ നോക്കാം, അവർക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കാൻ നോക്കാം. വെറും ഭൗതികം മാത്രം എന്റെ മോന് പഠിച്ചാൽ പോരാ, മതപരമായ ഇൽമ അവനിൽ വേണം. മതപരമായ ഇൽമോട് കൂടിയാണ് നീ ഭൗതികം പഠിക്കേണ്ടത്. അങ്ങനെ പഠിപ്പിച്ചാലേ ആ മക്കള് ഞങ്ങൾക്ക് നാളെ മഹ്ശറിൽ ആ മക്കള് ശഫാഅത്ത് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅമല്ലിലാഹി അലൽ ഇബാദി കസീറത്തുൽ. അല്ലാഹു അടിമകൾക്ക് ചെയ്ത ഒരുപാട് നിഅമത്തുണ്ട്. വഅജല്ലുഹുൽ നജബത്തുൽ ഔലാദി. അതിൽ ഏറ്റവും വലിയ നിഅമത്ത് എന്താ? നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാവുക എന്നതാണ്. അതിനാണ് ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ വേണ്ടോളം ഇൽമ പഠിപ്പിച്ചു കൊടുക്കുക. എന്നാൽ ആ മക്കളെ ഒരിക്കലും പരാജയപ്പെടുകയില്ല, അവർ എതിർ നിൽക്കുകയില്ല.
അതേസമയം ഉസ്താദ് പറഞ്ഞതുപോലെ ഈ കാലഘട്ടം നമുക്കറിയാമല്ല സഹോദര സഹോദരിമാരെ, ചെറുപ്പക്കാരുടെ ഇല്ല ബസന്മാരെ അങ്ങനെ ചെറുപ്പക്കാരെ എന്നെ പോലത്തവരെ നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് സഹോദര. എന്റെ മക്കളെ, പിഞ്ചുമക്കളെ, എന്റെ ഉമ്മത്തങ്ങന്മാര്, സഹോദരിമാര്, നമ്മുടെ ഉപ്പ ആരാണ്, നമ്മുടെ ഉമ്മ ആരാണെന്ന ബോധം നമുക്ക് വേണം. അവരാണ് ചെറുപ്പത്തിൽ നമ്മെ സംരക്ഷിച്ചവർ. ആ ഉമ്മയാണ് 10 മാസം നമ്മെ വയറ്റിൽ വെച്ച് ചുമന്ന ഉമ്മയാണ്. ആ ഉമ്മാക്ക് ഉറക്കമുണ്ടായിരുന്നില്ല മോളെ, ഉറക്കമുണ്ടായിരുന്നില്ല മോനെ. നാമൊക്കെ കരയുമ്പോൾ ഉമ്മ സമാധാനപ്പെടുത്തുകയാണ്. നമുക്ക് രോഗം വരുമ്പോൾ ഉപ്പയല്ലേ നമ്മെ ചുമന്നിട്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നത്. ആ ഉപ്പാര ഉമ്മാനെ കളയല്ലേ, ആ ഉപ്പാര ഉമ്മാനെ തല്ലല്ലേ. അവരെ അടിക്കരുത്, ആക്ഷേപിക്കരുത് മക്കളെ. ചെറുപ്പക്കാരാ, എന്റെ ചെറുപ്പക്കാർത്തിയായ സ്ത്രീകളെ, ഉമ്മ പെങ്ങന്മാരെ, നമുക്കൊരു കാമുകനെ കിട്ടുമ്പോൾ ഉമ്മ വേണ്ടല്ലോ, ഉപ്പ വേണ്ടല്ലോ. ഇല്ല മോളെ, അരുത് അരുത്. നിന്റെ കാമുകൻ, ആ കാമുകൻ ഏതുവരെ നിന്നെ സ്നേഹിക്കുമെന്നറിയോ? നിന്നെ അവനെ വിവാഹം ചെയ്തിട്ട് നിനക്കൊരു കുട്ടിയുണ്ടായ പിന്നെ നിന്റെ കാമുകനില്ല. അതുകൊണ്ട് മക്കളെ, മാതാപിതാക്കളെ ആക്ഷേപിക്കല്ലേ. മാതാപിതാക്കൾ ഉമ്മയെ ആക്ഷേപിക്കുന്ന കാലം വന്നാൽ, ചങ്ങാതിന്മാരെ, വേണ്ടാത്ത ചങ്ങാതിന്മാരെ നീ അടുപ്പിക്കുന്ന കാലം വന്നാൽ, പാപ്പാനെ ദൂരീകരിക്കുന്ന കാലം വന്ന അന്ന് നിങ്ങൾ തീക്കാറ്റ് പ്രതീക്ഷിക്കണേ എന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അല്ലാഹു നമ്മളെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. പക്ഷേ മാതാപിതാക്കളാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടവർ. ആ മാതാപിതാക്കളെ നല്ലതുപോലെ ഇൽമ പഠിപ്പിച്ചു കൊടുത്ത ആ മക്കൾ നമ്മൾക്ക് ഉപകാരപ്പെടും, അല്ലാതെ ഒരിക്കലും ഉപകാരപ്പെടില്ല മക്കളെ. നീ ആരാവണം ചെറുപ്പക്കാരാ, നീ ആരാവണം യുവാവ്. അനാവശ്യം ഒരു ചങ്ങാതി നീ പിടിക്കല്ല മോനെ. അവനെ കൊണ്ട് നിന്റെ ദീന് തെറ്റിപ്പോകും എന്ന് നീ വിചാരിക്കുകയാണെങ്കിൽ, നിനക്ക് തോന്നുകയാണെങ്കിൽ, ആ ചങ്ങാതിയെ നീ കൈവശപ്പെടുത്തല്ല, അവനെ വിട്ടേക്ക് നീ. അല്ലാഹുവിന്റെ ഇബാദത്തിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാരാ, ചെറുപ്പക്കാർത്തിയെ, നിനക്കായിരിക്കും അർശിന്റെ തണലെന്ന് ഹബീബനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അല്ലാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കി പെരുമാറാകട്ടെ. മക്കളെ, മാതാപിതാക്കളെ ചവിട്ടല്ല, വലിച്ചെറിയല്ല, അവരടിക്കല്ല. നിങ്ങൾ ഉസ്താദ്മാർ കണ്ടിട്ടുണ്ടാവും, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. സൗദിയിലെ 2 ആൾക്കാർ, ഒരു ജ്യേഷ്ഠനും ഒരു അനുജനും, അവർ കേസ് കൊടുത്തു, കോടതിയിലേക്ക് ചെന്നു. എന്തിനു വേണ്ടി? സ്ഥലത്തിന്റെ പേരിലല്ല. ഇതിന്റെ അടുത്താണ്, 1 മാസമായിട്ടില്ലല്ലോ. സ്ഥലത്തിന്റെ പേരിലല്ലല്ലോ. മറ്റവന്റെ സ്ഥലം പിടിച്ചു, അനുജനന്റെ സ്ഥലം പിടിച്ചു എന്ന് അതല്ല. അത് പാടുമില്ല. അള്ളാന്റെ ഭൂമിയാണ്. അള്ളാന്റെ ഭൂമിയിൽ അധികാരം നമ്മൾക്കില്ല. ഒരു അനുജന്റെ ഒരു ഇഞ്ചി ഭൂമി ഞങ്ങൾ ജ്യേഷ്ഠൻ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് സത്യത്തിൽ അനുജന്റെ ഭൂമിയാണ്. ജ്യേഷ്ഠൻ പറഞ്ഞ് എന്റേതാണ്, അള്ളാഹ്ക്കറിയാം അത് അനുജന്റേതാണെന്ന്. എന്നാൽ നാളെ മഹ്ശറിൽ ആ 1 ഇഞ്ച് ഭൂമിയാണെങ്കിലും അതിനെ തീയിന്റെ മാലയാക്കിയിട്ട് നിന്റെ കഴുത്തിലിടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി.
പിന്നെ എന്തിനു വേണ്ടി കേസ് കൊടുത്ത? ഉമ്മാക്ക് വേണ്ടിയാണ്. ഉമ്മാക്ക് വേണ്ടിയാണ്. എന്തേ? ഉമ്മാനെ ഖിദ്മത്തെടുക്കാൻ വേണ്ടിയാണ്. ജ്യേഷ്ഠൻ പറയുന്നു, വയസ്സായ ജ്യേഷ്ഠൻ പറയുന്നു, എന്റെ ഉമ്മാനെ ഖിദ്മത്ത് ഞാൻ എടുത്തോളാം. അനുജൻ പറയുന്നു, എന്റെ ഉമ്മാനെ ഖിദ്മത്ത് ഞാൻ എടുത്തോളാം എന്ന് പറയുന്നു. പക്ഷെ അവസാനം ജ്യേഷ്ഠൻ പോയി കേസ് കൊടുത്തു കോടതിയിൽ. എന്നിട്ട് രണ്ടുപേരും ഹാജരായി, ജഡ്ജിയുടെ മുമ്പിൽ ഹാജരായി. ജഡ്ജി അവിടുന്ന് ഒന്നും വിധിക്കാൻ ജഡ്ജിക്ക് കഴിയുന്നില്ല. അവസാനം ജഡ്ജി പറഞ്ഞത്രേ, ഉമ്മ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം, ആരാ വേണ്ടത്, മൂത്ത മോനാ വേണ്ടേ അല്ല ചെറിയ മോനാ വേണ്ടേ, തെരഞ്ഞെടുക്കുമ്പോ നിങ്ങൾക്കാണ് അധികാരം. ആര് പറഞ്ഞു? വിധികർത്താവായ ജഡ്ജി പറയാണ്. ഉമ്മപ്പാന്റെ വാക്കെന്താ? ജഡ്ജിന്റെ മുഖത്തിലേക്ക് നോക്കിയിട്ട് ഉമ്മ പറഞ്ഞ വാക്ക്, എന്റെ വലത് കണ്ണും എന്റെ ഇടത് കണ്ണ്, ഈ രണ്ട് കണ്ണാണ് എന്റെ രണ്ട് മക്കള്. എന്റെ വലത് കണ്ണ് എന്റെ മൂത്ത മോനാണെങ്കിൽ എന്റെ ഇടത് കണ്ണ് എന്റെ ചെറിയ മോനാണ്. അതുകൊണ്ട് എനിക്ക് വിധി പറയാൻ കഴിയില്ല. ഉമ്മാന്റെ വാക്കാണ്. അപ്പോഴും നിശബ്ദരായി, ജഡ്ജൊന്നും വിധിക്കാൻ കഴിയുന്നില്ല. അവസാനം ആ ജഡ്ജി അവസാനം വിധിക്കേണ്ടി വന്നു. ശക്തനായ മുതലാളിക്കാരനായ ഉമ്മാനെ ശുശ്രൂഷിക്കാൻ നല്ല ശക്തിയുള്ള അനുജനാവട്ടെ എന്ന് ജഡ്ജി അവിടുന്ന് വിധിച്ചു. കാരണം മൂത്ത മകൻ വയസ്സാണ്, അയാൾക്ക് കഴിയില്ല എന്ന് വിളിച്ചപ്പോ തന്റെ കയ്യിലുള്ള തോർത്തെടുത്തുകൊണ്ട് കണ്ണുനീരൊപ്പുകയാണ് ജ്യേഷ്ഠ മകൻ. എന്റെ ഉമ്മാന്റെ ഖിദ്മത്ത് എനിക്കില്ലല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ ജഡ്ജിയും മറ്റുള്ള കോടതിയിലുള്ള മുഴുവൻ ആൾക്കാരും അയാളെ കരച്ചിൽ കണ്ട് കരഞ്ഞുപോയി. എന്തിനാണ്? ഉമ്മാക്ക് വേണ്ടിയാണ്. ഉമ്മാക്ക് വേണ്ടിയാണ് കരഞ്ഞത്. ഇതാണ് മക്കളെ നമ്മളെ ഉമ്മ. ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ടാൽ അപ്പ നമ്മൾ ഖേദിക്കും. അപ്പോഴാണ് വീട്ടിന്റെ ബറക്കത്ത് ഉള്ളതും ഇല്ലാത്തതും അറിയാൻ പോകുന്നത്. അപ്പോഴാണ്. അള്ളാഹു നമ്മൾ ഉപ്പാക്കും ഉമ്മാക്ക് അള്ളാഹു ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് മുത്തുമുഅ്മിനുകളെ, നമ്മളൊക്കെ ഉപ്പാനെ ഉമ്മാനെ വേണ്ടതുപോലെ മക്കളെ ബഹുമാനിക്കാം. അവരെ ശാപങ്കാല് കിട്ടിയാൽ നീ വലിയ ആളായിട്ട് കാര്യമില്ല. വലിയ പൈസ ഉണ്ട്, വലിയ സ്ഥാനത്ത് നിൽക്കുന്നവനാണ്, നീ മുഖ്യമന്ത്രിയാണ്, നീ മറ്റുള്ളവനാണ്, വലിയ സ്ഥാനം വന്നിട്ടുണ്ട്. നിന്റെ ഉമ്മ നിന്റെ ഉപ്പ വീട്ടിലേക്കാണ്. പക്ഷേ നിന്റെ ഉപ്പാന് നിന്റെ ഉമ്മാന്റെ മുമ്പിൽ നീ ഒരു വിലയുമില്ലാത്തവനാണ്. നിനക്ക് ഒരു സ്ഥാനവുമില്ല. ഉപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ വെച്ചിട്ട് അവിടെ നമ്മൾ ഇരിക്കാൻ, കാലിൽ മേലെ കാലിട്ടിരിക്കാൻ, അല്ലെങ്കിൽ നീ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. പാവപ്പെട്ട ഉപ്പ, ആ പണിക്ക് പോയ ഉപ്പ അങ്ങ് രാത്രിയാകുമ്പോൾ നടന്നു വരുമ്പോ മോനെ ആ ഉപ്പാനെ കാണുമ്പോൾ നീ എണീച്ചില്ല എന്ന് വന്നാൽ നീ അതമില്ലാത്ത കുരുത്തപ്പെട്ടവനാണ്. അല്ലാഹു കാക്കട്ടെ. ആ ഉപ്പാനെ ബഹുമാനിക്കണം നമ്മള്, ആ ഉമ്മാനെ ബഹുമാനിക്കണം നമ്മള്. ഉപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് നമ്മള് ഒരു സാധനം നമ്മളല്ല, അവരെ പൊരുത്താണ് നമ്മൾക്ക് വേണ്ടത്. ഞാൻ ഇന്നും ഓർക്കുകയാണ് രണ്ട് കഥ. രണ്ടും അബ്ദുൽ അസീസാണ്. രണ്ടും അബ്ദുൽ അസീസാണ്. രണ്ട് ഉദാഹരണത്തിലും അബ്ദുൽ അസീസിനെ പറ്റി പറയാം. ബായാറിലുണ്ടായിരുന്നു. ഞാൻ ഇവിടെ 12 വർഷം ജോലി ചെയ്ത സ്ഥലമാണ് ബായാർ. അവിടെ ഒരു അബ്ദുൽ അസീസ് ഉണ്ടായിരുന്നു. 28-30 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. മനസ്സിലാക്കണം, ശരിക്കും മനസ്സിലാക്കണം. ആ മനുഷ്യൻ വല്ലാത്ത കാൽ മുറിക്കപ്പെട്ട ആ ഉപ്പാന്റെ ഖിദ്മത്ത് വല്ലാത്ത കാല് മുറിക്കപ്പെട്ടിട്ടുണ്ട്. ഉപ്പാനെ വല്ലാത്ത ഖിദ്മത്താണ്, ഉമ്മാന്റെ ഖിദ്മത്താണ്. 28-30 വയസ്സ് മാത്രമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. എന്ത് സംഭവിച്ചു? അവസാനം റമദാൻ മാസത്തിൽ പെട്ടെന്ന് അയാൾക്ക് സുഖമില്ലാതെ, അബ്ദുൽ അസീസിന്റെ സുഖമില്ല, രോഗിയായി. അയാളെ ഹോസ്പിറ്റൽ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോ അയാൾ ചിരിക്കുന്നു, പരക്കാർ കരയുന്നു. ഓർ പറയുന്ന, നിങ്ങൾ എന്തിനു കരയുന്ന? കരയണ്ട, ഞാൻ ചിരിച്ചോണ്ടല്ലോ, നിങ്ങൾ എന്തിനു കരയുന്നെന്ന് കേട്ടിട്ട് നമ്മളെ തറാവി നിസ്കാരത്തിലാണ് ആ സമയത്ത് ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ വിഷയം കിട്ടി, അയാൾ മരിച്ചു. 28 വയസ്സുള്ള അബ്ദുൽ അസീസ് മരിച്ചു. ആരിന്റെ അവിടെ? ഖിദ്മത്തെടുക്കപ്പെടുന്ന ബാപ്പ, കാൽ മുറിക്കപ്പെട്ട ബാപ്പ വീട്ടിലുണ്ട്, ഉമ്മയുണ്ട്.
ഈ മകൻ മരിച്ചുപോയി. മയ്യത്ത് കൊണ്ടുവന്ന് വീട്ടിലേക്ക് ചുരുക്കി പറയാം കൊണ്ടുവന്ന് എല്ലാരും നോക്കി. ഞാനും മുക്കുറിച്ചയും രണ്ടുപേരും മയ്യത്ത് കാണാൻ വേണ്ടി പോയി. മയ്യത്തിന്റെ ആ മുഖത്തിലുള്ള പൊട ഇങ്ങനെ എടുത്തു നോക്കിയപ്പോ മുക്കുറിച്ചയോട് ഞാൻ പറഞ്ഞു, ഫാത്തിഹ വിളിക്കണ്ട, യാസീൻ ഓതണ്ട, അയാള് മരിച്ചിട്ടില്ല. ഞങ്ങൾ പുറത്തു വന്നു. യാസീൻ ഓതില്ല, പുറത്തു വന്നു. ബാപ്പ കാൽ മുറിക്കപ്പെട്ട ബാപ്പ കസാല വെച്ചിട്ട് മുറ്റത്തിരിക്കുകയാണ്. കൈ കൊടുത്തപ്പോ പറഞ്ഞു, ഉസ്താദേ മോന് മരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇല്ല, കാരണം അബ്ദുൽ അസീസിന്റെ ചിരിയാണെങ്കിൽ റബ്ബേ ജീവിതത്തിൽ ചിരിക്കാത്ത ചിരിയാണ്, വല്ലാത്ത പുഞ്ചിരി പൊട്ടിച്ചിരിച്ചിട്ടാണ് അബ്ദുൽ അസീസ്. കണ്ടാൽ ഒരാളെ പറയൂല അയാളെ മരിച്ചിട്ടുണ്ട് എന്ന് പറയൂല, ആ സ്ഥിതിയിലാണ് അയാളെ മരിച്ചത്. വാപ്പ പറഞ്ഞപ്പോ ഉസ്താദ് ഇല്ല മോനെവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് വീണ്ടും പോയിട്ട് ഞങ്ങളെ യാസീൻ ഓതിയത്. എന്ത് ആ മോനിക്ക് കിട്ടിയതെന്താ? ആ ബാപ്പാന്റെ ഖിദ്മത്താണ്. ഒരു തഹജ്ജുദ് നിസ്കാരം പോലെ ഉപേക്ഷിക്കാത്ത മോനാണ്, ഒരു നിസ്കാരം പോലെ കളാക്കാത്ത മോനാണ്, ഒരാളെ ആക്ഷേപിക്കാത്ത മോനാണ്, ഒരു തെമ്മാടിയുടെ പിന്നിൽ പോകാത്ത മോനാണ്. വേണ്ടാതൊരു ചങ്ങാതി മോനിനില്ല, നല്ലവരെ കൂട്ടുകെട്ടാണ്. രണ്ടാമത്തെ അബ്ദുൽ അസീസ് എന്ന് പറയട്ടെയോ, അല്ലാഹുവേ കാക്കണേ റബ്ബേ. മറ്റൊരു അബ്ദുൽ അസീസ് ഉണ്ടായിരുന്നു, അയാളാകട്ടെ ഒരു പെണ്ണിനെ സ്നേഹിച്ചു. ആ പെണ്ണിനെ കെട്ടാൻ ഉപ്പാക്ക് ഉമ്മാക്ക് ഇഷ്ടമില്ല. അയാള് പറഞ്ഞു, ഉപ്പമ്മ പറഞ്ഞത് കെട്ടരുത്. മോനെ പറഞ്ഞു എനിക്കത് തന്നെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഉപ്പാനെ ഉമ്മാനെ ഒന്നും വില വെച്ചില്ല. ഉപ്പ ഉസ്താദാണ്, മനസ്സ് വേദനിച്ചു പോയി. ഉപ്പ പറഞ്ഞു, മോനെ സാരമില്ല, നീ പോയിക്കോ, പോന്നടുക്ക് പോയിക്കോ, പെണ്ണിനെ കെട്ടിക്കോ, മാത്രം 40 ദിവസം മാത്രമാണ്, പിന്നെ നീ ഉണ്ടാവൂല. മനസ്സ് പൊട്ടിയ മനസ്സോടെ ബാപ്പ പറഞ്ഞു പോയി. ചിന്തിക്കണം. എന്നിട്ട് ആ മനുഷ്യനെ കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഉപ്പിനങ്ങാടിയിൽ നിന്ന് ജീപ്പ് കയറിയിട്ട്, നെല്ലിയാടി പോന്ന ജീപ്പിൽ കയറിയിട്ട് അയാള് പോവാണ്. അതെ, മട്ട എന്ന സ്ഥലത്തിൽ എത്തിയിട്ടില്ല. അപ്പോഴേക്ക് ജീപ്പ് എത്ര പറയണം, ശ്രദ്ധിക്കണേ 34 എത്ര ദിവസം പറഞ്ഞ അയാള് ബാപ്പ? 40 ദിവസം. പക്ഷെ 39 ദിവസമായി. 39 ദിവസം വരെ ഒന്നും അബ്ദുൽ അസീസിന് മോന് സംഭവിച്ചിട്ടില്ല. പക്ഷെ അപ്പോഴേക്ക് ഈ 39ാമത്തെ ദിവസം കളിയാക്കിട്ട് ഉപ്പാക്കൊരു ഫോണ് വിളിച്ച, നിങ്ങളെ മോന് മരിച്ചിനാവോന്നല്ലേ, കളിയാക്കിട്ടാണ് പറയാ, മോന് മരിച്ചിനാവോ. പിന്നെയും ഉപ്പാന്റെ മനസ്സ് പൊട്ടിയില്ലേ. 40ാമത്തെ ദിവസമാണ്. ഉപ്പ പറഞ്ഞതുപോലെ ജീപ്പ് മറഞ്ഞു, എന്നിട്ട് അടിയിൽപ്പെട്ടു. മറ്റൊരാൾക്കും ഒന്നും സംഭവിച്ചില്ല. അവന്റെ മുഖം കാണുമ്പോൾ പരിചയമില്ലാത്ത മുഖമായി മാറി ലോകത്തോട് വിട പറഞ്ഞു. ഇതാണ് ഉപ്പയും ഉപ്പയും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല, നിർത്താൻ പോവാം. നമ്മൾ ജീവിതം നന്നാക്കാം, ഉപ്പമാനെ ബഹുമാനിക്കാം, ഉസ്താദന്മാരെ ബഹുമാനിക്കാം. ഉസ്താദന്മാരെ ബഹുമാനമില്ലാത്തൊരു കാലമായി മാറിയിട്ടുണ്ട്. ഇല്ല, അരുത്. ഞങ്ങൾ ഉസ്താദന്മാരെ ശരിക്കും ബഹുമാനിക്കാം. പെണ്ണുങ്ങളെ ഭാഗത്തിലേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹായി മജ്‌ലിസിന് വേണ്ടി ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ശരിക്കണേ, ഇത്ര ദൂരം ഇരുന്നവർ ആരും എണീക്കരുത്. എല്ലാരും എണീച്ച് കുറച്ച് ഞാൻ പറയാം, കുറച്ച് പറയാം. നമുക്ക് ഏത് രക്ഷപ്പെടും പറയാൻ കഴിയില്ലല്ലോ. നമ്മള് ഒരു 2 റക്അത്ത് രാത്രി എണീച്ചിട്ട് 2 റക്അത്ത് സല്ലൂ ബില്ലൈലി വന്നാസു നിയാ തദ്ഖുലുൽ ജന്നത ബിസ്സലാം. സുബൈ ബാങ്ക് എത്രക്കാ? സുബൈ ബാങ്ക് എത്രക്ക്? 8:15 സാ. മനസ്സിലായില്ല? സുബഹി 5:38 എത്തി. 34 നമ്മളടുത്ത്, നമ്മളവിടെ 5:28, ഇവിടെ 5:34 അല്ലെ, 34ലേക്ക് എത്തി. ഒക്കോസ അതെപ്പോ തിന്നത്? ഞാൻ 6 മണിയിലാന്ന്. മനസ്സിലായോ?
5:34 ബാങ്ക്. ഇപ്പൊ നിങ്ങൾ പോയിട്ട് കിടന്നിട്ട് നല്ല ഉറങ്ങുന്ന സമയത്ത് ഒരു നിയ്യത്താണ്. നിസ്കരിക്കുന്ന ആളുണ്ടാവും, ധാരാളം ആൾക്കാർ സദസ്സിലുണ്ട്, എനിക്കറിയാം, ഒക്കെ അറിയാം, നിങ്ങൾക്കറിയാം, കറാമത്തുണ്ടാ, മലാമത്തുണ്ട്, മോശമില്ല, എല്ലാം അറിയുന്നുണ്ട്, അത് അറിയാം. പക്ഷെ ഇതുവരെ നിസ്കരിക്കാത്ത എന്നെ പോലോത്തവനായിരിക്കാം, അല്ലേ? അപ്പൊ നമ്മൾ എന്താക്കാം, ഇന്നൊരു നിയ്യത്ത് ചെയ്യാ, ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്, ഇന്ന് ഞാൻ തഹജ്ജുദ് ഉറപ്പിക്കാം. എത്ര മണിക്ക് എണീക്കാം? 5 മണിക്ക് എണീക്കാം. സല്ലൂ ബില്ലൈലി വല്ലാസിനിയാ. ഒരു 5 മണിക്ക് എണീച്ചിട്ട് റബ്ബേ ഇന്ന് ഞാൻ നിയ്യത്ത് ചെയ്തു, അല്ലാഹ് എനിക്ക് 2 റക്അത്ത് കൊണ്ട് എന്താ നേട്ടം കിട്ടുക? സ്വർഗ്ഗമാണ്, സ്വർഗ്ഗമാണ്, സ്വർഗ്ഗമാണ്. പടച്ചോനെ ഞാൻ ആ 2 റക്അത്ത് നിസ്കരിക്കാൻ പോവാണ് അല്ലാഹ്. നിയ്യത്ത് ചെയ്തിട്ട് 5 മണിക്ക് എണീച്ചിട്ട് ഉളു എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കുക. അതിനൊരു രഹസ്യം ഹദീസിൽ പറഞ്ഞു, വല്ലാസിനിയാ. ജനങ്ങളെല്ലാം ഉറങ്ങി കിടക്കുകയാണ്, ജനങ്ങൾ നിശബ്ദരായി ഉറങ്ങുകയാണ്. ആ സമയത്ത് നീ ആരും തന്നെ അറിയാതെ കണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുകയാണ് എങ്കിൽ നീ രക്ഷപ്പെട്ടു. തദ്ഖുലുൽ ജന്നത ബിസലാം. സുരക്ഷിതമായിട്ട് സ്വർഗ്ഗത്തിൽ നിനക്ക് പ്രവേശിക്കാമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇന്നത്തെ വാതിൽ കിട്ടിയ 1-2 തഹജ്ജുദ് നിസ്കരിക്കാം, അല്ലേ? നിയത്താക്കില്ല എല്ലാരും? ആക്കിയില്ലേ? ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഒരു കാര്യമുണ്ട് അവിടെ, നിങ്ങൾ നിയ്യത്താക്കിന്ന് വെച്ചോ, ഉറങ്ങുമ്പോ നിയ്യത്താക്കി ഇൻഷാ അല്ലാഹ് ഞാൻ തഹജ്ജുദ് നിൽക്കും. പക്ഷേ നിയ്യത്താക്കി നോക്കുമ്പോ പള്ളിയിൽ നിൽക്കുന്നു, അസ്സലാത്തു ഖൈറുൻ മിനൽ നൗം. ഞാൻ നിയ്യത്താക്കിയിട്ടുണ്ടാവനെ തഹജ്ജുദ് എണിക്കാൻ ചൊല്ലിക്കൊണ്ടല്ലേ എന്തു ആക്കണ്ട. നിനക്ക് ആ നിസ്കരിച്ചതിന്റെ പ്രതിഫലം, നീയത്ത് എന്താ ചെയ്തത്, ആ നീയത്തിന്റെ കാരണമായിട്ട് ആ തഹജ്ജുദ് നിസ്കരിച്ചതിന്റെ പ്രതിഫലം നിനക്ക് ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അത് ശരി, അങ്ങനെ ഉസ്താദേ ഒക്കൂ. അപ്പൊ എല്ലാ നാളും ഞാൻ നിയ്യത്താക്കുന്നത് ഒക്കെ ആക്കിട്ട് അസ്സലാത്തു ഖൈറു മിനൻ ചെല്ലുമ്പോ ഞാൻ എണിക്കും, അല്ലേ? എണിച്ചോ? കിട്ടും. അതൊന്നും നടക്കല, ആ തട്ടിപ്പ് അള്ളാഹുവിന്റെ നടക്കൂല. നിയ്യത്ത് നല്ല നിയ്യത്തായിരിക്കും, നിസ്കരിക്കുന്നത് മാത്രം. അത് രാജ്യം പറഞ്ഞ വന്നാസിനിയ, ജനങ്ങൾ ഉറങ്ങുക സമയത്തായിരിക്കണം. അതേ സമയത്ത് നീ എണിച്ചിട്ട് ഇപ്പൊ ഇന്ന് തഹജ്ജുദ് നിസ്കരിച്ച് തഹജ്ജുദ്ക്ക് എണിച്ചിട്ട് പാട്ടാട് അപ്പുറത്തെ ചൊമ്പലുണ്ടോ ഇതിനെ ഇടും. അപ്പുറത്ത് അയിമക്കൊന്താണ്ട് അയിമക്ക് അറിയണല്ലേ ഇയാൾ എണിച്ചിട്ട് തഹജ്ജുദ്, അതാ വില. ഇനിയിപ്പോ നിസ്കരിച്ചിട്ട് നാളെ സുബഹിക്ക് പോയിട്ട് പീഡിയക്കിന്റെ അടുത്ത് പോയിട്ട് കുറിച്ചാ നിന്റെ എന്തേ 5 മണി പിന്നെ വർക്ക് തന്നെ ഇല്ല. ഇനി ചെല്ലണോ തഹജ്ജുദ് നിസ്കരിച്ച് ഇനി ചെല്ലാൻ വേണ്ടി ഒക്കെ എന്തേ ടെൻഷൻ ഇല്ലമ്മ. അമ്മ 5 മണിക്ക് എസാർത്തായി ഞങ്ങൾക്ക് അവർക്കേ വന്നിട്ടില്ല. ഒക്കെ പിന്നെ എന്താക്കാ, ഇന്നലെ ആള് വന്ന ആള് ചെല്ലിനല്ലോ എന്തോ 2 റക്അത്ത് നിസ്കരിക്കും. ഞാൻ പിന്നെ നിസ്കരിച്ചു, നിന്റെതെല്ലാം പോയി. ഇത് വേണ്ടെന്ന് നമ്മ ചെയ്ത അമല് ഒരാൾ അറിയണ്ട. നമ്മൾ ചെയ്ത അമല് നമ്മളൊന്ന് കൊട്ടിപ്പിടിച്ചോളണം, മറ്റവനക്ക് കൊടുക്കേ വേണ്ട, അറിയേ വേണ്ട. അങ്ങനെ ഉണ്ടല്ല, നിങ്ങൾ ഈടല്ല ഈടുത്ത വിഷയം ഞാൻ പറയുന്നതല്ല, കാരണം വന്നിട്ട് പോകുന്നതല്ല എനിക്ക് ഇടുന്ന്. പിന്നെ ഈടുത്തല്ല അമേരിക്കന്റെ വിഷയം ഞാൻ പറയാം. കുറെ ആള് സ്വതക്കാരെങ്കിൽ ഒരു പാവപ്പെട്ട വന്നിട്ടാകുമ്പോ ഇതിനടുത്ത് ഓനെ പൈസ എടുക്കുന്നവന് കീസിൽ നിന്ന് എടുക്കുന്ന 500 നോട്ട്. ഈ മിസ്കീന്റെ പാവപ്പെട്ടവന്റെ മുമ്പിൽ 500 നോട്ട് എടുത്തിട്ട് ഇങ്ങനെ എണ്ണി ലാസ്റ്റ് അതിന്റെ ഉള്ളിൽ കീറിയ നോട്ട് 10 രൂപ ഉണ്ടാവും. നിങ്ങളതല്ല, അമേരിക്കൻ്റെത് 10 രൂപ ഉണ്ടാവും. ഇതിനെടുത്തിട്ട് ചുരുട്ടിട്ട് ഒരു കൊടുക്കൽ വേണം. ഈ സ്വതക്ക കൂലി കിട്ടുമോ? കിട്ടൂല. രഹസ്യാണം ഏതുവരെ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഒരാൾക്ക് ഉസ്താദിന് ഒരു 1000 രൂപ കൊടുത്തു, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന് കൊടുത്തിട്ട് പറയാ ദുആർക്ക് എന്ന് പറയൽ കറാഹത്താണ്. സ്വതക്ക ചെയ്തിട്ട് ദുആർക്ക് എന്ന് പറയാൻ പാടില്ല, കറാഹത്തുണ്ട്. ഒക്കെ ഉസ്താദ് അപ്പൊ ഞങ്ങൾ ഇവിടെ ദ്വാരപ്പിക്കുന്ന മരിച്ചവർ, അത് വിഷയം വേറെ, അതല്ല. ബിസ്മില്ലാ, എന്റെ കാക്കക്ക് ഞാൻ
ബിസ്മില്ല ഇങ്ങനെ കൊടുക്കുന്നു. ഈ കൊടുക്കുന്നത് നിങ്ങൾ ആരും കാണാൻ പാടില്ല. കൊടുത്തിട്ട് ഞാൻ പറയാം ദ്വാരക്കാക്കാവാ ഉസ്താദെ ദ്വാരക്കീന്ന്. ഈ ദ്വാരക്കീന്ന് പറയൽ കറാത്തുണ്ട്. കാരണം എന്താണെന്നറിയോ? ഒരു പാവപ്പെട്ടവന് വന്നിട്ട് ഓനോട് നീ ദ്വാരക്കെന്ന് പറഞ്ഞാല് എന്ത് പറയും? ആവട്ടെ അല്ലാഹ് നിങ്ങൾക്ക് ദീർഘായുസ് ആഫിയത്ത് അല്ലാഹു നൽകട്ടെ. ആഫിയത്തൊന്നുമില്ല, ആഫിയത്ത് അല്ലാഹു നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ചെല്ലും. അതേ ഉണ്ടാവും നിനക്ക്, അതേ ആഫിയത്തും അതേ ദീർഘായുസ് ഉണ്ടാവും. അള്ളാന്റെ അടുത്തല്ല പഠിച്ചോലെ ഞാൻ 1000 രൂപ കൊടുത്തിന്, നീ 1000 രൂപ കൊടുത്ത് ഞങ്ങൾക്ക് എന്താക്കണം? നിനക്ക് ആഫിയത്ത് ദീർഘായുസ് തന്നിട്ടില്ല ഞാൻ. അള്ളാഹ് ചോദിക്കും, അവിടെ ഒരു കൂലി ഉണ്ടാവൂല. അതുകൊണ്ട് സദഖ ചെയ്തിട്ട് ദുആരക്ക് എന്ന് പറയണ്ട. ചിലപ്പോൾ അയാൾ പറയാതെ ഇങ്ങോട്ട് ദ്വാരുന്നു എന്ന് വെച്ചോ, പറയാതെ ദ്വാരുന്നാൽ ഉടനെ തന്നെ നീ പറയണം അള്ളാഹു നിനക്കും ദീർഘായുസ് ആഫിയത്ത് നൽകട്ടെ എന്ന് അങ്ങോട്ട് ദ്വാരക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തിന് അറിയാതെ സ്വതക്ക ചെയ്യാൻ വേണ്ടി, 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി, 1 റക്അത്തെങ്കിലും വിത്ർ നിസ്കരിക്കാൻ വേണ്ടി, ഒരു 2 റക്അത്തെങ്കിലും ളുഹാ നിസ്കാരം. അതെപ്പോ പതിരജാവ ളുഹാ നിസ്കരിക്കുന്നത്. ളുഹാ നിസ്കാരമുണ്ട് 2 റക്അത്ത്. എപ്പോഴാണ്? സൂര്യൻ ഉദിച്ചിട്ട് 16 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞിട്ട്, നല്ലത് ഒരു 10 മണിന്റെ സമയത്താ. ജാവാ അല്ല, പിന്നെപ്പോ പകല് ഒരു 2 റക്അത്ത് ളുഹാ നിസ്കരിക്ക്. രക്ഷപ്പെട്ടു. നമ്മള് നിസ്സാരായിട്ട് കാണുന്ന സാധനം ഇല്ലേ, അതായിരിക്കും അള്ളാന്റെ അടുത്ത് വലുത്. അവിടെ നോക്കിയത് നോക്കണ്ട, ഞാൻ പറയുന്നു ഉദാഹരണം പറയാം. ഇവിടെ ഒരു കല്ലുണ്ട്, അവിടെ ഒരു മുള്ളുണ്ട്, അല്ല ഇവിടെ സാധനം ഉണ്ടതാ, എല്ലാം പേറിയിട്ടുണ്ട്, പുള്ളർ തിന്നതെല്ലാം ഉണ്ട്. അതിനെ നീ എന്താക്കി ജോറാക്ക് നല്ല പള്ളിയിലെ കാട്ടം കണ്ടിട്ടാകുമ്പോ ഇവിടെ പള്ളിയിലല്ല, ദുനിയാവിലുള്ള പള്ളിയിലൊരു കാട്ടം കാണുമ്പോ ഇയാൾക്ക് അതുവരെ കണ്ണു കാണുന്നേ ഇല്ല. നിങ്ങൾ ഖത്തീബ മുക്കുരിയ. ഇത് ഞാൻ അനുഭവിച്ചതേ പറയുന്നത് കേട്ടാ, അനുഭവിച്ച വിഷയമാണ് പറയാം. ഇയാൾ വരുന്ന വന്നിരിക്കുന്നു ഖത്തീബ മുക്കുരിയ, നിങ്ങൾക്ക് അങ്ങനെ കാണുന്ന കേട്ടി ഞാൻ. അല്ല എന്നിട്ട് വന്നിട്ട് എന്നാ മുക്കുരിക്ക ഇവിടെ കാട്ടം, മുക്കുരിച്ച ഇവിടെ എന്തിന്റെ കാട്ടം? ഈ ഞങ്ങളെ ഈ പോത്ത് പോലത്തെ മുക്കുരിക്കാനെ ഇയാൾ കണ്ടിട്ടില്ല, ഈ ചെറിയ കാട്ടത്തിനെ കണ്ടിനായിരിക്കും ഇയാൾക്ക്. യാ സുബ്ഹാനല്ലാഹ്, പറയരുത്. പള്ളിയിലൊരു കാട്ടം കണ്ട ആരോടും പറയരുത്. വഴിയിൽ ഒരു കാട്ടം കണ്ടാൽ, ഒരു മുള്ളു കണ്ടാൽ, ഒരു കല്ല് കണ്ടാൽ, ഒരു എല്ല് കണ്ടാൽ പറയരുത്. ബിസ്മില്ലാന്ന് ചൊല്ലണേ. മൻ സമ്മല്ലാഹ് വറഫഅ ഹജറൻ വശജറൻ വഅലമാ. ആ കല്ലിനെയും ആ മുള്ളിനെയും എടുത്തിട്ട് ഇതാർക്ക് ബുദ്ധിമുട്ടാവരുതെന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് ചാടിയാ അയാള് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഖാല റസൂലുള്ളാഹി. എങ്ങനെ രക്ഷപ്പെട്ടത്? ഒരു മുള്ളെടുത്ത കാരണം. ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ ബ്ലോക്ക് ആക്കുന്നല്ലേ, സൈഡിലുള്ള കല്ലിനെ കൊണ്ടിട്ട് നടുവിൽ വെക്കുന്നത്. എന്തേ? ഹർത്താലില്ല, കല്ല് നടു സൈഡിലുള്ള കല്ലിനെ കൊണ്ടിട്ട് ഒരു വണ്ടി പോകാൻ പറഞ്ഞ, ഒരു വാഹനം പോണ്ടാ, 6 പോണ്ട് നോക്കട്ടെ. നിങ്ങൾ നോക്കുന്നത് നീ ഇട നോക്കൂ, ആടെ നോക്കണ്ടേ, അതിന് നടുവിൽ വെച്ച്. എന്നാ നിനക്ക് നരകം നിർബന്ധമാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ചെറിയ വിഷയത്തിൽ നമ്മൾ രക്ഷപ്പെടും എന്നതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. കല്ല് മുള്ള് ബിസ്മില്ലാ ചൊല്ലിട്ട് ഒരു എണീക്കൽ എണീക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ നിർത്തുകയാണ്. പിന്നൊരു കാര്യം നമ്മൾ അറിയാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ്, പക്ഷെ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി, നല്ലതാകാൻ വേണ്ടി ഞാൻ പറയാണ്. നമ്മൾ ഉളു എടുക്കാറുണ്ട് അല്ലെ? എല്ലാവരും ഉളു എടുക്കുന്നില്ലേ? ഉളു എടുക്കുമ്പോ അതും ശ്രദ്ധിക്കണേ. നിസ്കാരത്തിനെ ഹലാക്കാക്കാൻ, നിസ്കാരത്തിനെ ഹലാലാക്കാൻ വേണ്ടി നമ്മൾ ഉളുവിന്റെ ഫർളിനെ വീട്ടെന്ന് പറഞ്ഞു. നമ്മൾ മുഖം കഴുകുമ്പോ കുറെ ആള്, നിങ്ങല്ല എന്നെ പോലത്തെ മുഖം കഴുകുമ്പോ
നിന്റെ കാക്കേ നീ ഇങ്ങനെ ഇതല്ല, നേരെ മുഖം ഫുള്ളായിട്ടൊന്ന് കടുകി, ഫർളിനേക്കാൾ ജാസ്തിയായിട്ട് കടുകി, മുട്ടുവരെ കടികൾ, മുട്ടുൾപ്പെടെ കടികൾ നിർബന്ധം, ഒരൽപ്പം കയറ്റി നെരിവാണി വരെ കടികൾ നിർബന്ധം, ഒരൽപ്പം മീത്തോട്ട് കയറ്റി. നീ ഒരു പ്രയാസം ഉണ്ടോ കയറ്റാൻ? ഉണ്ടോ? ജാസ്തി കഴുകാൻ പ്രയാസം ഉണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെ കഴുകിയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഇദഉന യൗമൽ ഖിയാമത്തി ഖുർറൻ മുഹജ്ജലി മിൻ ആസാരിൽ വുളൂ. ഓൻ അങ്ങനെ ഉളുവെടുത്ത കാരണത്താൽ നാളെ മഹ്ശറിൽ വരുമ്പോൾ ഓന്റെ മുഖം വല്ലാത്ത പ്രകാശം, ഓന്റെ കൈ പ്രകാശിക്കുന്നു, യാ റബ്ബേ കാല് പ്രകാശിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങള് ആ മഹ്ശറിയുടെ പാറക്കല്ലിന്റെ മുകളിൽ ഇരിക്കുന്ന റസൂലുള്ളാഹ് ഓടി വന്ന് പറയുന്നത്രേ, ഇത് എന്റെ ഉമ്മത്തിയാ. റസൂലുള്ള സന്തോഷിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം സ്വർഗ്ഗമാണ്. എന്നിട്ട് റസൂലുള്ള പറയാ, നീ വുളു എടുത്തിട്ട് രണ്ട് കൈയും കിബിലക്ക് മുന്നിട്ട് രണ്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ണ് മേൽപോട്ട് ഉയർത്തിട്ട് ആ ദുആ അറിയുന്നവർ ദുആരക്ക്, ആ ദുആർന്നാൽ അല്ലാഹ് തരുന്ന നിസ്സാരമായി നമ്മൾ കാണുന്നതിന് അല്ലാഹ് തരുന്ന പ്രതിഫലം നിനക്ക് സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കും. ഏത് കവാടത്തിൽ വേണം നിനക്ക് സ്വർഗ്ഗത്തിൽ പോയിക്കൊള്ളാം. എന്നിട്ട് പറയാണ്, ആ ദുആക്ക് ഒരു സീല് വെക്കും, ആ സീല് ഖിയാമത്ത് നാൾ വരെ പൊട്ടിക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈമാനോട് കൂടെ അല്ലാഹു നമ്മളെ മരിപ്പിക്കട്ടെ. അല്ലാഹു സലാമത്താക്കി തരട്ടെ. ഖബറിൽ കിടക്കണം ഞങ്ങൾക്ക് പോയിട്ട് എല്ലാവർക്കും. ആ ഖബറിൽ കിടക്കുമ്പോൾ ആരില്ലാത്ത ഖബറിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കണ്ട, പുരയിൽ പോയിട്ട് ഒറ്റക്കിരുന്നിട്ട് കണ്ണ് ചിമ്മിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഏതായാലും മരിക്കാനുണ്ട് ഉറപ്പാണ്, ഞങ്ങളെ ഖബറിൽ വെക്കുന്നത് ഉറപ്പാണ്, ആരും ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വരൂല. പക്ഷെ ഈ ഇൽമായിരിക്കും, ഈ അമലായിരിക്കും നമ്മളിലേക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി വരിക. ആ സമയത്ത് ഞങ്ങൾക്ക് അവിടെ രക്ഷപ്പെടണം. അതിന് വേണ്ടിയുള്ള ചില ധാരാളം സ്വലാത്ത് ഇങ്ങനെ ചൊല്ലാം. അതിൽ ഒരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി സ്വലാത്തൻ തകൂനു ലക റിളാഅ വലിഹഖ്തിഹി അദാഅ. ഈ സ്വലാത്ത് 33 വട്ടം ഒരാൾ ദിവസത്തിൽ ചൊല്ലിയാൽ അയാൾ 6 അടി മണ്ണിൽ കൊണ്ടുപോയി വെച്ചാൽ ആ സമയത്ത് അവന്റെ കാൽ ഭാഗത്തിലൂടെ ഒരു ഓട്ടയുണ്ടാക്കും. ആ ഓട്ടയിലൂടെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ റൗള ഖിയാമത്ത് നാൾ വരെ അവൻ കണ്ടുകൊണ്ടിരിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ സ്വലാത്ത് 33 വട്ടം എല്ലാവരും ചെല്ലാൻ വേണ്ടി നമ്മളെ സമയം കണ്ടെത്തുക. അത് ഉറങ്ങുന്ന സമയം ചെല്ലാം. കഴിയുമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ 100 വട്ടം ചൊല്ലുന്ന മനുഷ്യൻ, ഇയാളെ മരിച്ചാൽ അയാളെ ഖബറിൽ വെച്ചാൽ ആ ഖബറിൽ അവനിക്ക് ഇടുക്കമില്ല, നാശമില്ല, ഫിത്നയില്ല, അദാബില്ല, ഹിസാബ് എളുപ്പമായി അവനിക്ക് കിട്ടുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരു 100 ഖുൽ ഹുവല്ലാഹ് ഓതാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു 33 വട്ടം ഖുൽ ഹുവല്ലാഹ് ഇന്നാ അഅതൈനാകൽ കൗസർ 33 വട്ടം ഓതുന്ന ആൾക്ക് ഒരു ശത്രു പോലും ഈ ലോകത്ത് ഉണ്ടാവുകയില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മളെ മക്കൾക്ക് വേണ്ടി മദ്രസയിൽ പോകുന്ന സ്കൂളിൽ പോകുന്ന ആ മക്കൾക്ക് വേണ്ടി യാ ഹഫീദ് യാ ഹഫീദ് 16 പ്രാവശ്യം മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കുക. അല്ലെങ്കിൽ ഉമ്മ ചൊല്ലിയിട്ട് ആ മക്കൾക്ക് ഓതിയിട്ട് അങ്ങ് ഊതുക. യാ റഖീബ് ഒന്ന് ചൊല്ലിയിട്ട് 12 പ്രാവശ്യം ചൊല്ലിയിട്ട് ഊതുക. എന്നാൽ ആ മക്കൾക്ക് അല്ലാഹുവിന്റെ കാവലുണ്ടാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞങ്ങളൊന്നുമല്ല ഞങ്ങൾ അല്ലാഹുവിനെ നല്ലോണം പേടിച്ചിട്ട് ഈ അവസാനം ആഖിബത്ത് നന്നായിട്ട് മരിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കണം. ആഖിബത്ത് നന്നാവണം, അതിന് വേണ്ടി ദ്വാരക്കണം. ഞങ്ങൾ എല്ലാവരും പഠിച്ചോനെ ഞങ്ങൾക്ക് നരക വേണ്ട, സ്വർഗം കണ്ട് ചിരിച്ചിട്ട് പൂരിലിങ്ങളെ കണ്ട് ചിരിച്ചിട്ട് ദുനിയാവിന്റെ ഈ ലോകത്തിൽ നിന്ന് പിരിയുമ്പോ ചിരിയോട് പിരിയണമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.